യു എയിലേക്ക് വരണ്ടെന്ന് തീരുമാനിച്ചു. ജോലിക്ക് വേണ്ടിയിട്ടാണ് ആ കോഴ്സ് യു എയിലേക്ക് വരാൻ വേണ്ടിയിട്ട് പഠിക്കാൻ പോയത്. ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ എന്താണ് റിയൽ വേൾഡ് എക്സ്പീരിയൻസ് എങ്ങനെ കിട്ടുന്നത്? ആൾക്ക് 22 വയസ്സുള്ളൂ. ഓക്കെ. ആൾക്ക് ഈ സ്പേസിന് വേണ്ടിയിട്ടുള്ള കുറച്ച് ടെക്നോളജീസ്, കുറച്ച് പ്രോഡക്ട്സ് അയാൾ കണ്ടെത്തി വെച്ചിട്ടുണ്ട്. ഫസ്റ്റ് ഒരു ഇൻവെസ്റ്റ്മെന്റ് നമ്മൾ വാങ്ങുക ഫ്രണ്ട്സ്, ഫാമിലി, അങ്ങനത്തെ സംഭവങ്ങൾ. 3Fs എന്ന് പറയില്ല, ഫ്രണ്ട്സ്, ഫാമിലി ആൻഡ് ഫൂൾസ്. ഒരു ഫൗണ്ടറിന് വേണ്ടത് ഓൺടർപ്രണർഷിപ്പ് മൈൻഡ് സെറ്റ്. ആ മൈൻഡ് സെറ്റ് സെറ്റ് ചെയ്ത് കൊടുക്കലും, പിന്നെ ഒരു ഇൻവെസ്റ്റർ സ്റ്റാർട്ടപ്പുകളിൽ നിന്ന് ആഗ്രഹിക്കുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. അയാൾക്ക് വേണ്ട റിക്വയർമെന്റ്സ് ഉണ്ട്. അതിൽ നിന്നൊരു 15 സ്റ്റാർട്ടപ്സിനെ ഷോർട്ട് ലിസ്റ്റ് ചെയ്തു. അപ്പോൾ അതിലൊരു ഇപ്പം നിലവിൽ ഈ ഇന്നത്തെ ഡേറ്റ് വരെ നമുക്കൊരു 5 സ്റ്റാർട്ടപ്സിന് ഫണ്ട് കിട്ടിയിട്ടുണ്ട്. മുക്താർ, വെൽക്കം ടു ഫൗണ്ടേഴ്സ് ബ്രൂ. കഴിഞ്ഞ 10 വർഷത്തിൻ്റെ ഇടയിൽ ആയിരക്കണക്കിന് സ്റ്റുഡൻസിനെ അവരുടെ കരിയർ ബിൽഡ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും. ഈ ഇടയായിട്ട് ഫൗണ്ടേഴ്സിന് അവരെ സ്റ്റാർട്ടപ്പ് ബിൽഡ് ചെയ്യാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന ബീറ്റ് എഡ്യൂക്കേഷൻസിൻ്റെ ഫൗണ്ടർ എന്ന നിലയിൽ എങ്ങനെ സ്വയം ഐഡൻറ്റിഫൈ ചെയ്യുന്ന ഒരു എഡ്യൂക്കേറ്റർ ആയിട്ടാണോ, ഒരു ഓൺടർപ്രണർ ആയിട്ടാണോ, അല്ലെങ്കിൽ ഒരു എക്കോസിസ്റ്റം ആർക്കിടെക്റ്റ് ആയിട്ടാണോ? ബേസിക്കലി ബീറ്റ് സ്കൂൾ ഓഫ് ബിസിനസ് എന്ന് പറഞ്ഞാൽ ബീറ്റ് എഡ്യൂക്കേഷൻസിൻ്റെ അണ്ടറിലുള്ള ഒരു സ്ട്രാറ്റജിക് പ്രോജക്റ്റാണ്. ഓക്കെ. അതിൽ ഞാൻ എന്നെ തന്നെ നമ്മളൊരു എക്കോസിസ്റ്റം എനേബിളറാണ്, സ്റ്റാർട്ടപ്പ് എക്കോസിസ്റ്റം എനേബിളർ എന്ന് പറയാനാണ് ഐഡന്റിഫൈ ചെയ്യുന്നത്. ഓക്കെ. എന്തൊക്കെയാണ് ഈ ബീറ്റ് എഡ്യൂക്കേഷൻസിൻ്റെ കീഴിൽ വരുന്നത്? എന്തൊക്കെയാണ് നിങ്ങളെ ഫങ്ഷൻസ്? നമ്മൾ ബീറ്റ് എഡ്യൂക്കേഷൻസ് 2015 സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്ന അപ്സ്കില്ലിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള, അത് ഫ്രഷേഴ്സിനും വർക്കിംഗ് പ്രൊഫഷണൽസിനും കോർപ്പറേറ്റ്സിനും അവർക്ക് വേണ്ടിയിട്ടുള്ള അപ്സ്കില്ലിംഗ് ആണ് നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ അതിൽ നമ്മൾ 4 ഡൊമൈനിലാണ് ട്രെയിനിങ് ചെയ്യുന്നത്. ടെക്നോളജി, മാർക്കറ്റിംഗ്, ഫിനാൻസ്, അഡ്മിനിസ്ട്രേഷൻ. അതിൽ 26+ കോഴ്സസ് നമ്മൾ ഡെലിവർ ചെയ്യുന്നുണ്ട്. അതിൽ ഡിഫറെൻറ്റ് ഡൊമൈനിലുള്ള ആൾക്കാരെ നമ്മൾ കാറ്റർ ചെയ്യുന്നുണ്ട്. അതാണ് നമ്മൾ അപ്സ്കില്ലിംഗ് പ്ലാറ്റ്ഫോമിൽ ചെയ്യുന്ന ആക്ടിവിറ്റീസ്. ശരി. നാട്ടിലാണ് സ്റ്റാർട്ട് ചെയ്തത്? നാട്ടിലാണ്. 2015 കാലിക്കറ്റാണ് നമ്മളെ ഫസ്റ്റ് ബ്രാഞ്ച് വരുന്നത്. ഓക്കെ. അത് എങ്ങനെ തുടങ്ങാനുള്ള റീസൺ എന്താണ്? ഞാൻ ബേസിക്കലി ഒരു മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് കംപ്ലീറ്റ് ചെയ്ത ആളാണ്. അപ്പം നമുക്ക് ഒരു 1 year ആയിട്ട് ഞാനൊരു 1 year ഒരു എലവേറ്റർ ഇൻഡസ്ട്രിയിൽ ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിന് ശേഷം ഞാൻ യു എയിലേക്ക് വരാൻ വേണ്ടിയിട്ട് ഒരു കോഴ്സിന് പോയതാണ്. അത് എൻ്റെ അങ്കിള് റെഫർ ചെയ്തിട്ട് ഈ ഒരു കോഴ്സ് പഠിച്ചാൽ നിങ്ങൾക്ക് പെട്ടെന്ന് ജോലി കിട്ടും എന്ന് പറഞ്ഞിട്ട്. എലവേറ്റർ ഉണ്ടല്ല, നമ്മൾ ഒരു സോഫ്റ്റ്വെയർ ആണ് എന്നോട് പഠിക്കാൻ പറഞ്ഞത്. SAP എന്ന് പറഞ്ഞ സോഫ്റ്റ്വെയർ പഠിച്ചാൽ നിങ്ങൾക്ക് ഇവിടെ വന്നാൽ, യു എയിൽ വന്നാൽ ജോലി കിട്ടാനുള്ള ചാൻസ് കൂടുതലാന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ അത് പഠിക്കാൻ പോയത്. അപ്പം അവിടെ നിന്നാണ് ഞാൻ ബിസിനസ് എക്സാക്ട്ലി സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പം ഞാൻ പഠിക്കാൻ പോയ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ഫ്രാഞ്ചൈസി ഞങ്ങളോട് എടുക്കാൻ പറയായിരുന്നു ഉണ്ടായിരുന്നത്. ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ഓണേഴ്സ്. അപ്പോൾ ഞാൻ എൻ്റെ കോഫൗണ്ടറിനായ എൻ്റെ കസിൻ ബ്രദറാണ് എൻ്റെ കോഫൗണ്ടർ. അപ്പോൾ ഞങ്ങൾ രണ്ടാളും കൂടി അത് നടത്താനുള്ള ഒരു പ്ലാന് ചെയ്യായിരുന്നു. ഓക്കെ. അങ്ങനെ ഫ്രാഞ്ചൈസി എടുക്കാൻ തീരുമാനിച്ചു? യെസ്, എടുത്തു. ഓക്കെ. അപ്പോൾ അതിന് ഫണ്ട് നമ്മളെ ഫസ്റ്റ് സഹായിച്ചത്, ഫസ്റ്റ് നമുക്ക് കിട്ടുന്ന ഒരു സീഡ് ഫണ്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ ഫ്രണ്ട്സ്, ഫാമിലി, അങ്ങനെ ആരെങ്കിലും ആവുമല്ലോ. അപ്പോൾ നമുക്ക് എൻ്റെ ഫാമിലിയിൽ നിന്നാണ് ഫസ്റ്റ് ഫണ്ട് കളക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. എൻ്റെ ഗ്രാൻഡ് ഫാദറാണ് ഫണ്ട് ചെയ്തത്. എന്നിട്ട് കാലിക്കറ്റാണ് സ്റ്റാർട്ട് ചെയ്തത്. അപ്പം നമുക്ക് ജസ്റ്റ് ഒരു 300 സ്ക്വയർ ഫീറ്റിലാണ് നമ്മളെ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് സെറ്റപ്പ് ചെയ്തത്. 300 സ്ക്വയർ ഫീറ്റിൽ ഒരു 3 സ്റ്റാഫ് എന്നുള്ള രീതിയിലാണ് നമ്മൾ സെറ്റപ്പ് ചെയ്തത്. യു എയിലേക്ക് വരണ്ടെന്ന് തീരുമാനിച്ചു? യു എയിലേക്ക് വരണ്ടാന്ന് തീരുമാനിച്ചു. പക്ഷേ ഞാനിപ്പോഴും ഇവിടെ ഞാൻ ഓൺടർപ്രണർ എന്നുള്ള രീതിയിൽ ഇവിടെ ഞാനിപ്പോഴും ബിസിനസ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഞാനൊരു ജോലിക്ക് വേണ്ടിയിട്ടാണ് ആ കോഴ്സ് യു എയിലേക്ക് വരാൻ വേണ്ടിയിട്ട് പഠിക്കാൻ പോയത്. അപ്പോൾ ഈ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓപ്പൺ ചെയ്തിട്ട് 2015 സ്റ്റാർട്ട് ചെയ്തത്. സ്റ്റുഡൻസ് ഒക്കെ വരാൻ തുടങ്ങി? യെസ്. നമ്മളൊരു 3 സ്റ്റാഫ്. അതിൽ മാർക്കറ്റിംഗ് ഞാനാണ് ഹാൻഡിൽ ചെയ്തിട്ടുണ്ടായിരുന്നത്. എൻ്റെ കോഫൗണ്ടർ ആളൊരു ട്രെയിനർ ആയിരുന്നു ബേസിക്കലി. അപ്പം ആള് ട്രെയിനിങ് ചെയ്യും. പിന്നെ ഞങ്ങൾക്ക് ഒരു എക്സ്റ്റേണൽ ഒരു അക്കാഡമിക് കൗൺസിലറും കൂടി ഉണ്ടായിരുന്നു. ഇങ്ങനെ നമ്മൾ സ്റ്റാർട്ട് ചെയ്തത്. നിങ്ങൾ രണ്ടുപേരും, പിന്നെ അത് കൂടാതെ ഒരു സ്റ്റാഫിനെയും കൂടി വെച്ചു. പിന്നെ എങ്ങനെയാണ് അത് മറ്റ് ഇതിലേക്കൊക്കെ സ്പിൽ ഓവർ ആയത്? ഞങ്ങൾ ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യുകയാണെന്നുണ്ടെങ്കിലും അതിൻ്റെ
എക്സ്ട്രീം എത്തുക എന്നുള്ളൊരു മൈൻഡ് സെറ്റ് ആദ്യം ഉണ്ട്. അത് ചെറുപ്പം മുതൽ നമ്മളിപ്പം എൻ്റെ കോ ഫൗണ്ടർ ആണെന്നുണ്ടെങ്കിൽ ഞങ്ങൾ ബിസിനസ് ഐഡിയാസ് ഡിസ്കസ് ചെയ്യാറുണ്ടായിരുന്നു, ഓൺടർപ്രണർഷിപ്പിൽ എന്തെങ്കിലും ചെയ്യണം എന്നുള്ളത്. അപ്പം നമുക്ക് ഇതിൽ ഞങ്ങൾ ചെയ്യുന്നത് പറഞ്ഞാൽ നമ്മൾ ട്രെയിനിങ് ആണ് ചെയ്തിട്ടുണ്ടായിരുന്നത്, SAP ട്രെയിനിങ്. അത് എക്സ്ക്ലൂസീവായിട്ട് ഇൻറ്റേൺഷിപ്പ് ഓറിയൻറ്റഡ് ആയിട്ട് പ്രോജക്ട്സ് ഇൻവോൾവ് ആയിട്ടുള്ള ഒരു ട്രെയിനിങ് ആണ്. അത് കേരളത്തിൽ തന്നെ ഫസ്റ്റ് നമ്മളാവും ചെയ്തിട്ടുണ്ടാവും, SAP എക്സ്ക്ലൂസീവ് ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട്. അപ്പോൾ അതിൽ ഞങ്ങൾക്ക് മനസ്സിലായതെന്ന് പറഞ്ഞാൽ ഈ ട്രെയിനിങ്ങിൽ ഒപ്പം തന്നെ എഡ്ടെക് സെഗ്മെൻറ്റിൽ B2B സെഗ്മെൻറ്റിൽ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടെന്ന് മനസ്സിലായി. എന്താണെന്ന് പറഞ്ഞാൽ ഒരുപാട് ഇൻസ്റ്റിറ്റ്യൂട്ട്സ് ഇവിടെ ഉണ്ട്. ഇപ്പോൾ നമുക്ക് കേരളത്തിൽ തന്നെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 1000+ ഇൻസ്റ്റിറ്റ്യൂട്ട്സ് ഉണ്ടാവും, 1000-ൽ കൂടുതലുണ്ടാവും. അപ്പം അതിൽ നമ്മൾ ചെയ്തതെന്ന് പറഞ്ഞാൽ നമ്മൾ ഓൾറെഡി ഒരു വെണ്ടർ എടുത്ത് നമുക്ക് സർട്ടിഫിക്കേഷൻസ് അക്രഡിറ്റേഷൻസ് ഒക്കെ ഓൾറെഡി ചെയ്യുന്നുണ്ടായിരുന്നു. ശരി. അപ്പോൾ അതിൻ്റെ ആ സർട്ടിഫിക്കേഷൻസിൻ്റെ ഒരു അവർക്ക് വേണ്ടിയിട്ട് ആ സർട്ടിഫിക്കേഷൻ ചെയ്യുന്ന വെൻഡേഴ്സിൻ്റെ അടുത്ത് നമ്മൾ ഡയറക്റ്റ് അവരൊരു ഫ്രാഞ്ചൈസി മോഡലിൽ നമ്മൾ ഇവിടെ സൗത്ത് ഇന്ത്യ ഓപ്പറേഷൻസ് നമ്മളെ ഏറ്റെടുക്കാനുള്ള ഒരു തയ്യാറെടുപ്പ്. നമ്മളടുത്ത് അവരൊരു 1 year സർവീസ് എടുത്തിട്ടുണ്ടായിരുന്നു അവരുടെ അടുത്ത് നിന്ന്. അപ്പോൾ അവർക്കും നമ്മളിപ്പോൾ ഒരാൾ നമ്മളെ മനസ്സിലാക്കണമെന്ന് ഒന്നൊക്കെ ബിസിനസ് ചെയ്യണം അല്ലെങ്കിൽ യാത്ര ചെയ്യണം എന്നല്ല. അപ്പം നമ്മൾ ഓൾറെഡി ഒരു 1 year ആയിട്ട് റെഗുലറായിട്ട് അവരൊരു കസ്റ്റമർ ആയിരുന്നു. അപ്പം നമ്മളൊരു സർവീസും നമ്മളൊരു അപ്രോച്ചും കണ്ടിട്ട് അവർ നിങ്ങൾക്ക് ഈ B2B എഡ്ടെക് സെഗ്മെൻറ്റിൽ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടെന്ന് മനസ്സിലാക്കിയപ്പം നമ്മൾ അവരുടെ ഓപ്പറേഷൻ സൗത്ത് ഇന്ത്യ നമ്മൾ എക്സ്പാൻഡ് ചെയ്യാണ്ടായിരുന്നത്. അതൊരു പൂനെ ബേസ്ഡ് ആയിട്ടുള്ള ഒരു കമ്പനി ആയിരുന്നു. അതായത് എനിക്കൊരു ഇൻസ്റ്റിറ്റ്യൂട്ട് സ്റ്റാർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി പറ്റും. യെസ്. ഇപ്പം നമ്മളൊരു ഇപ്പോൾ ശരത്തൊരു ഇൻസ്റ്റിറ്റ്യൂട്ട് സ്റ്റാർട്ട് ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ട 2-3 കാര്യങ്ങളാണ്. ഒന്ന് സർട്ടിഫിക്കേഷൻസ്, ട്രെയിനേഴ്സ്, കോണ്ടന്റ്, ഇതൊക്കെയാണ് അതിന് വേണ്ടത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളൊരു കൺസൾട്ടിങ് ആക്ടിവിറ്റീസാണ് എക്സാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിന് വേണ്ട സർട്ടിഫിക്കേഷൻസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യും, ട്രെയിനേഴ്സിന് നമ്മൾ പ്രൊവൈഡ് ചെയ്യും, അതിന് വേണ്ട കോണ്ടന്റ് നമ്മൾ പ്രൊവൈഡ് ചെയ്യും. അപ്പം ഒരാൾക്ക് ഒരു ഓൺട്രപ്രണർ എഡ്ടെക് സെഗ്മെന്റിൽ ഒരു അപ്സ്കില്ലിംഗ് ഡൊമൈനിൽ ഒരു ഓൺട്രപ്രണർ ആവണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇതിന് വേണ്ട എല്ലാ ഹെൽപ്പും നമ്മൾ ചെയ്തു കൊടുക്കുന്ന ഒരു B2B ബിസിനസ് ആയിരുന്നു അത്. ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് അങ്ങനെ തന്നെ സെറ്റപ്പ് ചെയ്ത് കൊടുക്കാനുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യും. ആൾക്കൊരു ഒരു ഷെൽ ആൻഡ് കോർ ഒരു സ്പേസ് ആൾ കൊണ്ടുവരികയാണെന്നുണ്ടെങ്കിൽ അതിന് വേണ്ടി അയാൾക്ക് അവിടെ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് തുടങ്ങാനുള്ള എല്ലാ സെറ്റപ്പും നമ്മൾ ചെയ്തു കൊടുക്കുന്ന ഒരു പ്രോഗ്രാമാണത്. അങ്ങനെ ഒരു 110 ഇൻസ്റ്റിറ്റ്യൂട്ട്സിന് നമ്മൾ കേരളത്തിൽ സെറ്റപ്പ് ചെയ്തിട്ടുണ്ടാവും. അതാണോ പിന്നെ കണ്ടിന്യൂ ചെയ്തത്? യെസ്. അത് നമ്മളൊരു കോവിഡ് വരെ നമ്മൾ ഭയങ്കരമായിട്ട് എക്സ്പ്ലോർ ചെയ്തിട്ടുണ്ടായിരുന്നു. ചെന്നൈ ഓഫീസ് വന്നു, കൊച്ചിയിൽ നമ്മൾ റീറ്റെയിൽ സെഗ്മെൻറ്റും ചെയ്തിട്ടുണ്ടായിരുന്നു, B2B ബിസിനസ്സും ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ അതിന് ശേഷമാണ് നമുക്ക് മനസ്സിലായത് കോവിഡ് ഹിറ്റ് ചെയ്തപ്പം നമ്മൾ തുടങ്ങി വെച്ച ഒരു ബ്രാൻഡ് അവിടെ കിടക്കുന്നുണ്ട്. അതിന് ജസ്റ്റ് ഒരു 3 ബ്രാഞ്ചസും അങ്ങനത്തെ സംഭവങ്ങളെ ആയിട്ടുള്ളൂ. അപ്പൊ അത് ബീറ്റ് തന്നെയാണ്. പക്ഷെ അത് എന്തുകൊണ്ട് നമ്മൾ എക്സ്പാൻഡ് ചെയ്യുന്നില്ല? നമ്മൾ ഈ B2B ബിസിനസ് എന്ന് പറഞ്ഞാൽ ഭയങ്കര സർവീസ് ഇൻഡസ്ട്രി പോലെയല്ലല്ലോ, ഭയങ്കര അടിപൊളിയാണ്. നമുക്ക് അധികം എഫേർട്ട് ഇല്ലാതെ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ഇങ്ങനെ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് നടത്തുന്ന അത്രയും ഇല്ല. കറക്റ്റ്. അപ്പം അങ്ങനെ ആയിരുന്നു നമ്മൾ. അപ്പം നമ്മൾ ഈ കോവിഡ് ഹിറ്റ് ചെയ്തപ്പോഴാണ് നമുക്ക് മനസ്സിലായി നമ്മളൊരു ബ്രാൻഡ് അവിടെ ഓൾറെഡി കിടക്കുന്നുണ്ട്, നമുക്ക് അത് എന്തുകൊണ്ട് എക്സ്പ്ലോർ ചെയ്തുകൂടാ, അത് നമുക്ക് എക്സ്പാൻഡ് ചെയ്തുകൂടാ എന്നുള്ള ഒരു പരിപാടി. അപ്പോൾ ഞങ്ങൾ ഫസ്റ്റ് നമുക്ക് ആക്സസിബിൾ ആയിട്ടുള്ള, എൻ്റെ നാട് മലപ്പുറമാണ്, നമുക്ക് മലപ്പുറത്ത് കുറച്ച് ബ്രാഞ്ചസ് സ്റ്റാർട്ട് ചെയ്യാന്നുള്ള ഒരു പ്ലാനിൽ നമ്മളൊരു ഫസ്റ്റ് നമ്മൾ പിക്ക് ചെയ്ത ലൊക്കേഷൻ മഞ്ചേരി എന്ന് പറഞ്ഞുള്ള ലൊക്കേഷനാണ്. എന്നിട്ട് അതിൻ്റെ അടുത്തുള്ള ഒരു 4-5 ലൊക്കേഷൻ പിക്ക് ചെയ്തിട്ട് അങ്ങനെ 1 yearൻ്റെ ഉള്ളിൽ ഒരു 4 ബ്രാഞ്ചസ് മലപ്പുറം തന്നെ സ്റ്റാർട്ട് ചെയ്തു. ബ്രാഞ്ചസ് സ്റ്റാർട്ട് ചെയ്തു. ഇപ്പോൾ കാലിക്കറ്റ് ആൻഡ് കൊച്ചി നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ മലപ്പുറം റീജിയനിലുള്ള, മലബാർ റീജിയനിലുള്ള ആൾക്കാരാണ് കൂടുതൽ ഈ ലൊക്കേഷനിൽ പഠിക്കാൻ വരുന്നത്. അപ്പം നമുക്ക് ഫസ്റ്റ് മലപ്പുറം തന്നെ പിക്ക് ചെയ്ത് അവിടെ ബ്രാൻഡ് അവയർനെസ്സും സംഭവങ്ങളൊക്കെ കൂട്ടി നമുക്ക് അതർ സിറ്റീസിലേക്ക് പോകാനുള്ള പ്ലാനാണ് ഉണ്ടായിരുന്നത്. പിന്നെ നമ്മൾ എക്സ്പാൻഡ് ചെയ്തത് കൊച്ചി എക്സ്പാൻഡ് ചെയ്തു, തൃശ്ശൂർ എക്സ്പാൻഡ് ചെയ്തു, പിന്നെ അതർ സ്റ്റേറ്റ് ആയിട്ടുള്ള ചെന്നൈ ഓപ്പൺ ചെയ്തു, ഹൈദരാബാദ് ഓപ്പൺ ചെയ്തു. ഇവിടെയൊക്കെ സാപ്പ് അല്ലാതെ തന്നെ മറ്റുള്ള കോഴ്സും ഇല്ല. നമ്മൾ ഫസ്റ്റ് നമുക്ക് ഒരു കോവിഡിന്റെ ശേഷം നമുക്ക് SAP അല്ലാതെ അതർ ഡൊമൈൻസും നമുക്ക് പിടിക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്തതാണ് സോഫ്റ്റ്വെയർ ട്രെയിനിങ് റിലേറ്റഡ് ആയിട്ടുള്ള നമ്മൾ കോഡിങ് റിലേറ്റഡ് ആയിട്ടുള്ള കോഴ്സ്, പൈത്തൺ ഫുൾ സ്റ്റാക്ക് ഡെവലപ്മെന്റ്, മെയിൻ സ്റ്റാക്ക് ഡെവലപ്മെന്റ്,
പിന്നെ ഡാറ്റ അനലിറ്റിക്സ്, ഡാറ്റ സയൻസ്. അതാണ് കോവിഡിൻ്റെ ശേഷം. പിന്നെ അപ്പോൾ അങ്ങനെ ചെയ്തപ്പം നമുക്ക് ഈ ഡിഫറെൻറ്റ് ഡൊമൈൻസിലെ വർക്കിംഗ് പ്രൊഫഷണൽസിനെയും ഫ്രഷേഴ്സിനെയും കാറ്റർ ചെയ്താലാണ് നമുക്ക് ഡെവലപ്മെൻറ്റ്സ് ഉണ്ടാവുള്ളൂ. നമ്മൾ SAP ആകുമ്പം ഒരു സ്പെസിഫിക് ഡൊമൈനിലുള്ള ആൾക്കാർ മാത്രമേ, ERP പഠിക്കാൻ വരുന്ന ആൾക്കാർ മാത്രമേ വരുള്ളൂ. ഓക്കെ. അപ്പോൾ എങ്ങനെയാണ് ഇത് ഇവൻച്വലി ഇപ്പോൾ ഒരു സ്കൂളിലേക്ക് എത്തിയിട്ടുള്ളത്? നമ്മൾ ഇത്രയും വർഷം ഞങ്ങളിപ്പം ഇൻഡസ്ട്രിയിൽ ഒരു 12 years ആയി. അപ്പം നമുക്ക് മനസ്സിലായ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ എല്ലാവരുടെ അടുത്തും ഒരുപാട് ഐഡിയാസും സംഭവങ്ങളും ഉണ്ട്. പക്ഷേ അത് പക്ക എക്സിക്യൂട്ട് ചെയ്യാൻ എന്തോ ഒരു ഗ്യാപ്പ് മാർക്കറ്റിൽ നമുക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് നമുക്ക് നെക്സ്റ്റ് എല്ലാവരും ഒരു എട്ടെക്ക് ഒരു ഓൺട്രപ്രണർ ആണെന്നുണ്ടെങ്കിൽ അയാളൊരു വിഷൻ എന്തായാലും ഒരു കോളേജ് ആവും, അല്ലെങ്കിൽ ഒരു ബിസിനസ് സ്കൂളാവും, ഒരു അങ്ങനത്തെ ഒരു വലിയൊരു ക്യാമ്പസ് സെറ്റപ്പ് ആവും. അപ്പോൾ അതും നമ്മളെ മിഷനും അത് തന്നെയായിരുന്നു. ഒരു ക്യാമ്പസ്, ഒരു വലിയൊരു ക്യാമ്പസ് സെറ്റപ്പ് ചെയ്യുക. അതിൽ നമുക്ക് താല്പര്യമുള്ള പരിപാടിയാണ് ഓൺട്രപ്രണർഷിപ്പ്. അപ്പോൾ അതിൽ നമുക്കൊരു റിയൽ വേൾഡ് എക്സ്പീരിയൻസ് പ്രോഗ്രാംസ് നമുക്ക് ഫൈൻഡ് ചെയ്ത് കുട്ടികൾക്ക് കൊടുക്കുക എന്നുള്ളത്. അപ്പം നമ്മൾ ഏത് ആൾക്കാരുടെ അടുത്തും എന്താ പറയുക, പുതിയ ബിസിനസ് ഐഡിയാസ് ഉണ്ടാവും. ഇപ്പം നമ്മൾ കൊളീഗ്സ് ആണെന്ന് തമ്മിൽ ബിസിനസ് ഐഡിയാസാണ് ഡിസ്കസ് ചെയ്യുക, കസിൻസ് ബിസിനസ് ഐഡിയാസാണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പം ഇവർക്ക് എല്ലാവർക്കും ഐഡിയ ഉണ്ട്, പക്ഷെ അത് വാലിഡേറ്റ് ചെയ്ത് അതൊരു ബിസിനസ് ആക്കി ഒരു സെറ്റപ്പ് ചെയ്യാനുള്ള ഒരു എക്സാക്റ്റ് ഒരു ട്രെയിനിങ്ങോ അതൊരു റെഗുലർ കോളേജസിലൊന്നും ആരും കൊടുക്കുന്നില്ല. നമ്മളെ കോളേജിൻ്റെ ഒരു എക്കോസിസ്റ്റം എങ്ങനെയാന്ന് പറഞ്ഞാൽ ഒരു കംഫർട്ട് ലെവൽ പരിപാടിയാണ്. ഇപ്പം നമ്മൾ എക്സാം എഴുതുന്നു, അത് പാസ്സാവുന്നു, സർട്ടിഫിക്കേഷൻ ചെയ്യുന്നു, ഇതൊക്കെയാണ് ആക്ടിവിറ്റി. ഇപ്പം നമ്മൾ അതിന്ന് എൻ്റയർലി ഡിഫറെൻ്റ് ആയിട്ട് നമ്മൾ ഒരു RWP എന്ന് പറഞ്ഞിട്ടുള്ള ഒരു എക്കോസിസ്റ്റമാണ് നമ്മൾ ചെയ്യുന്നത്. റിയൽ വേൾഡ് എക്സ്പീരിയൻസ് പ്രോഗ്രാമാണ്. അപ്പോൾ ആ എക്കോസിസ്റ്റത്തിൽ കുട്ടികൾ റെഗുലർ MBA അല്ല, അവർ 1 year അവർക്ക് കോഴ്സിൻ്റെ ട്രെയിനിങ്ങും സംഭവങ്ങളൊക്കെ ഉണ്ടാവും. അങ്ങനെ ആർക്കും ജോയിൻ ചെയ്യാൻ പറ്റുമോ? അങ്ങനെ അതോ ഏജ് അങ്ങനെ? നമ്മൾ ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞാൽ അതിൽ അയാൾക്കൊരു ഐഡിയ ഉണ്ടായാലും, അയാൾക്കൊരു ബിസിനസ് ഐഡിയ ഉണ്ടെന്നുണ്ടെങ്കിൽ മാത്രമേ നമ്മൾ അഡ്മിഷൻ പ്രോസസ്സിലേക്ക് കൺവേർട്ട് ചെയ്യുള്ളൂ. ഓക്കെ. ഐഡിയ ഉണ്ടാവുക അതോ ഒരു ബിസിനസ് ഉള്ള ആൾക്കും? അത് ബിസിനസ് ഉള്ള ആൾക്കാർക്കും ചെയ്യാം. ഇപ്പോൾ ബിസിനസ് ഉള്ള ആൾക്കാർക്ക് അവരുടെ ഒരു ഐഡിയ സ്റ്റേജിലാണ്, അയാൾക്ക് അതൊന്ന് എക്സ്പാൻഡ് ചെയ്യണം, അയാൾക്കൊന്ന് ഡെവലപ്പ് ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള സപ്പോർട്ടും ഈ ഓൺട്രപ്രണർഷിപ്പ് പ്രോഗ്രാമിൽ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ. കാലിക്കറ്റ് ആണ്. അപ്പോൾ അതിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ എന്താണ് റിയൽ വേൾഡ് എക്സ്പീരിയൻസ് എങ്ങനെ കിട്ടുന്നത്? ഇപ്പം റിയൽ വേൾഡ് എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ ഇപ്പം ഒരു സ്റ്റാർട്ടപ്പ്, നമ്മളെ മെയിൻ USP ആയിട്ട് നമ്മൾ കാണുന്നത് ഫൗണ്ടേഴ്സ് ഓഫീസ് പ്രോഗ്രാമാണ്. അപ്പം അവർക്ക് 2nd year ഫൗണ്ടേഴ്സ് ഓഫീസിലാണ് അവർ വർക്ക് ചെയ്യുക. കോഴ്സിന്റെ ഡ്യൂറേഷൻ എങ്ങനെയാണ്? 2 year MBA ആണ്. അപ്പോൾ 2nd year ഫൗണ്ടേഴ്സ് ഓഫീസിലാണ്. അപ്പോൾ ഒരു സ്റ്റാർട്ടപ്പ് ഫൗണ്ടർ ഒപ്പം നമ്മൾ വർക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അയാൾ ഒരു ബിസിനസ് എങ്ങനെ തുടങ്ങുന്നത്, അതിൻ്റെ എക്സ്ട്രീം കാര്യങ്ങൾ, അതിൻ്റെ ചലഞ്ചസ്, എല്ലാ കാര്യങ്ങളും അയാൾക്ക് മനസ്സിലാവും. അപ്പോൾ അതാണ് ഇപ്പം ഫൗണ്ടേഴ്സ് ഓഫീസ് എന്ന് പറഞ്ഞ കോൺസെപ്റ്റ്. നമുക്ക് നാട്ടിൽ നിങ്ങൾ എവിടെയും ഇപ്പോൾ ഒരു പ്ലേസ്മെൻറ്റ് ഇപ്പോൾ ഈ 2 വർഷമൊക്കെ ആയിട്ടാവും നമ്മൾ കാണുന്നുണ്ടാവുക. നമ്മൾ ലിങ്ക്ഡിനിലൊക്കെ നമുക്ക് ജോബ് പോസ്റ്റ് ആയിട്ട് ഫൗണ്ടേഴ്സ് ഓഫീസ് കാണുന്നുണ്ടാവുക. അപ്പം അതിന് ഭയങ്കര ഓപ്പർച്യൂണിറ്റിയാണ്. എല്ലാ കുട്ടികളോടും ഞാൻ സംസാരിക്കുമ്പോൾ പറയുന്നത് നിങ്ങളൊരു ഫൗണ്ടേഴ്സ് ഓഫീസിൽ വർക്ക് ചെയ്യണം. അപ്പോൾ നിങ്ങൾക്കൊരു ബിസിനസ് ഐഡിയാനെ സിമ്പിളായിട്ട് വാലിഡേറ്റ് ചെയ്യാൻ പറ്റുന്ന, അതായത് ഫൗണ്ടർ കൂടെ ക്ലോസ് ആയിട്ട് വർക്ക് ചെയ്യുക, ലൈക്ക് EA എക്സിക്യൂട്ടീവ് അസിസ്റ്റന്റ് എന്ന് പറഞ്ഞ. പക്ഷേ ഫൗണ്ടേഴ്സ് ഓഫീസിൽ അത് എൻ്റയർലി ഡിഫറെൻ്റ് ഒരു ഗെയിമാണ്. അപ്പോൾ അതിൽ കുട്ടികൾ ഒരു സ്റ്റാർട്ടപ്പ് ഫൗണ്ടർ അയാൾ അനുഭവിക്കുന്ന എല്ലാ ചലഞ്ചസും അയാൾ ഒപ്പം ഫുൾ ടൈം അറ്റൻഡ് ചെയ്യുന്ന ഒരു ആക്ടിവിറ്റിയാണ് ഫൗണ്ടേഴ്സ് ഓഫീസ് എന്ന് പറഞ്ഞാൽ. ഓക്കെ. അപ്പോൾ ഈ ഫൗണ്ടേഴ്സിനായിട്ട് നിങ്ങൾ കണക്റ്റഡ് ആണ്? സ്കൂള് കണക്റ്റഡ് ആണ്. നമ്മൾ ഇപ്പം ലാസ്റ്റ് May 31 നമ്മളൊരു കാലിക്കറ്റിൻ്റെ ഏറ്റവും ബെസ്റ്റായിട്ടുള്ളൊരു ഇവൻറ്റ്, സ്റ്റാർട്ടപ്പ് സ്ട്രീറ്റ് കോൺസെപ്റ്റിലൊരു ഇവൻറ്റ് നടത്തിയിട്ടുണ്ടായിരുന്നു. May 31 ബീറ്റ് സ്റ്റാർട്ടപ്പ് സിനർജി എന്നായിരുന്നു അതിൻ്റെ പേര്. അപ്പോൾ അതിൽ നമ്മളത് സീരീസ് ഓഫ് ഇവൻറ്റ്സ് നമ്മൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. ഫസ്റ്റ് ഇവൻ്റ് ആയിരുന്നു. അപ്പോൾ അതിൽ നമ്മൾ എക്സിക്യൂട്ട് ചെയ്തൊരു മെത്തേഡ് എങ്ങനെയെന്ന് പറഞ്ഞാൽ 100+ സ്റ്റാർട്ടപ്സ് വരുന്നു.
ഒരു 30+ ഇൻവെസ്റ്റേഴ്സ്, പാൻ ഇന്ത്യ പ്രസൻസ് ഉള്ള റിയൽ ഇൻവെസ്റ്റേഴ്സ് അവർ വന്നിട്ടുണ്ടായിരുന്നു. എന്നിട്ട് അവർ ഡയറക്റ്റ് ഈ സ്റ്റാർട്ടപ്പുകളായിട്ട്, നമ്മളിപ്പം ഒരു സ്റ്റാർട്ടപ്പ് ഫൗണ്ടർ അവർ ഫസ്റ്റ് ഫേസ് ചെയ്യുന്ന മെയിൻ പ്രോബ്ലം പിച്ചിങ് ആണ്. ആ പിച്ചിങ് ഭയങ്കര, ചില ആൾക്കാർക്ക് ഭയങ്കര ഫിയർ പരിപാടിയുള്ളതാണ്. ഇത് ഡയറക്റ്റ് ഇൻവെസ്റ്റേഴ്സ് അവരെ സ്റ്റാർട്ടപ്പുകളുടെ അടുത്ത് പോയിട്ട് അവരായിട്ട് ഇൻട്രാക്ട് ചെയ്ത് ഒരു 30 മിനിറ്റ്സ് ഒക്കെ സ്പെൻഡ് ചെയ്ത് കാര്യങ്ങളൊക്കെ സംസാരിച്ച് എന്നിട്ട് ക്ലോസ് ചെയ്യുന്ന ഒരു ഇവന്റ് ആയിരുന്നു. ഈ ഇവന്റിലേക്ക് നിങ്ങൾ സ്റ്റാർട്ടപ്സിനെ ഇൻവൈറ്റ് ചെയ്തു? 100+ സ്റ്റാർട്ടപ്സ് പങ്കെടുത്തിട്ടുണ്ടായിരുന്നു. നിങ്ങൾ മാർക്കറ്റ് ചെയ്തു, സ്റ്റാർട്ടപ്സ് അപ്ലൈ ചെയ്തു, അങ്ങനെയാണോ? 100+ രജിസ്ട്രേഷൻസ്, 100+ സ്റ്റാർട്ടപ്സ് അവിടെ ഉണ്ടായിരുന്നു. പല ഡൊമൈൻ, കാലിക്കറ്റില് പല ഡൊമൈനിലുള്ള സ്റ്റാർട്ടപ്സ്, ഫിൻടെക്. എങ്ങനെ ഈ ഇൻവെസ്റ്റേഴ്സിനെ നിങ്ങൾ എങ്ങനെയാ കൊണ്ടുവന്നതിലേക്ക്? നമുക്കൊരു നെറ്റ്വർക്ക് ഉണ്ട്, നമുക്കൊരു ഇൻവെസ്റ്റർ പൂൾ ഉണ്ട്. അപ്പം അത് ഓൾറെഡി ഞങ്ങൾ കൊളാബറേറ്റ് ചെയ്ത് വെച്ചിട്ടാണ് ഞങ്ങൾ ഈ ഇവന്റിന് ഇറങ്ങിയത്. അത് എങ്ങനെയാണ് നിങ്ങൾ അത് അച്ചീവ് ചെയ്തത്? ഒരു മെയിൻ സ്ട്രാറ്റജി ലിങ്ക്ഡിൻ, പിന്നെ നമുക്ക് നമ്മൾ VPs ഉണ്ട്, കോർപ്പറേറ്റ് റിലേഷൻ മാനേജേഴ്സ് ഉണ്ട്. അപ്പോൾ അവർ ഓൾറെഡി നെറ്റ്വർക്കിലുള്ള ആൾക്കാർ, ഈ എക്കോസിസ്റ്റത്തിലുള്ള ആൾക്കാരാണ്. അപ്പം ഇൻവെസ്റ്റേഴ്സിനെ കൺവിൻസ് ചെയ്ത് ഈ പ്രോഗ്രാമിൽ കൊണ്ടുവരാൻ എളുപ്പമായിരുന്നോ? എളുപ്പം എന്ന് പറഞ്ഞാൽ നമുക്ക് കാലിക്കറ്റ് പോലത്തെ ഒരു ടയർ 2 സിറ്റിയിൽ വരൽ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു. അപ്പം നമ്മൾ അവരെ കൺവിൻസ് ചെയ്ത് കാര്യങ്ങൾ സംസാരിച്ച് അവരെവിടെ നമ്മൾ എത്തിക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. കാര്യം ഇപ്പോൾ അവരെ സംബന്ധിച്ച് അവരുടെ ടൈമും കാര്യങ്ങളൊക്കെ ഇമ്പോർട്ടൻ്റ്. അപ്പോൾ ഒരു പ്രോപ്പർ ആയിട്ടുള്ള സ്റ്റാർട്ടപ്പും കാര്യങ്ങളൊക്കെ ആണെങ്കിലാണല്ലോ അവർ വന്നിട്ട്. അപ്പോൾ എങ്ങനെയാണ് നിങ്ങൾ അതിൻ്റെ ഒരു പ്രോസസ്സ്? ഇൻവെസ്റ്റേഴ്സ് വന്നതാണ്. ഇൻവെസ്റ്റേഴ്സിന് വന്നതെന്ന് പറഞ്ഞാൽ അവർക്ക് നമ്മൾ റിയൽ സ്റ്റാർട്ടപ്സിനെ പറ്റി നമ്മൾ അവരായിട്ട് സംസാരിക്കുകയും അവരായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തപ്പോഴാണ് അവർ ഇൻട്രസ്റ്റഡ് ആണ്. എല്ലാവരും കേരളത്തെ ഒരു ഭയങ്കര ഒരു ഈ എക്കോസിസ്റ്റത്തിൽ എല്ലാവരും നോക്കി കാണുന്നുണ്ട്. ഇവിടെ കുറെ കാര്യങ്ങൾ നടക്കുന്നുണ്ട്, നമുക്ക് തന്നെ അറിയാലോ. നിങ്ങൾ മലയാളി ഇൻവെസ്റ്റേഴ്സ് മാത്രമല്ല, പാൻ ഇന്ത്യ നമ്മൾ വന്നത് മലയാളീസ് ഇൻവെസ്റ്റേഴ്സ് 3 ആൾക്കാരെയാണ്. ഫുള്ള് പാൻ ഇന്ത്യ പ്രസൻസിലുള്ള ഇൻവെസ്റ്റേഴ്സ് ആണ് വന്നിട്ടുണ്ടായിരുന്നത്. ആ ഒരു ദിവസം അവിടെ വന്നു. എന്നിട്ട് അതിന്നൊരു 15 സ്റ്റാർട്ടപ്സിനെ ഷോർട്ട് ലിസ്റ്റ് ചെയ്തു അവർ. അപ്പോൾ അതിലൊരു ഇപ്പൊ നിലവിൽ ഈ ഇന്നത്തെ ഡേറ്റ് വരെ നമുക്കൊരു 5 സ്റ്റാർട്ടപ്സിന് ഫണ്ട് കിട്ടിയിട്ടുണ്ട്. അപ്പൊ ആ ദിവസം നടന്ന എന്താണ്? പിച്ചിങ് കോമ്പറ്റീഷൻ ആണോ? പിച്ചിങ് ഇവിടെ നടന്നിട്ടില്ല. അവർ ഡയറക്റ്റ് സ്റ്റാർട്ടപ്സിനായിട്ട് ഇന്ററാക്ട് ചെയ്യുന്ന നമ്മളൊരു എക്കോസിസ്റ്റം ഉണ്ടാക്കി കൊടുക്കുക ചെയ്ത് അവർക്ക് സ്റ്റാർട്ടപ്പുകളും ഇൻവെസ്റ്റേഴ്സിനെയും സംസാരിക്കാനുള്ള ഒരു വേദി ഉണ്ടാവുമല്ലോ. അവർ ഇന്ററാക്ട് ചെയ്താൽ തന്നെ, നമ്മളിപ്പോൾ ഒരാളായിട്ട് നമ്മൾ ഒരു സംസാരിച്ചാലും നമുക്ക് അവരെ പ്രോഡക്റ്റ് മനസ്സിലാക്കിയാലും അപ്പോഴല്ല ഈ പരിപാടികളൊക്കെ നടക്കുക. 5 സ്റ്റാർട്ടപ്സിന് ഓൾറെഡി ഫണ്ട് കിട്ടി. അതെല്ലാം ടെക് സ്പേസിലുള്ളതാണോ? ടെക് ഉണ്ട്, ഹെൽത്ത് ഉണ്ട്, വെൽനെസ് പ്രോഡക്ട്സ് ഉണ്ട്. അപ്പം കംപ്ലീറ്റ്ലി ടെക് അല്ല, ഡിഫറെന്റ് ഡൊമൈൻസിലുള്ള സ്റ്റാർട്ടപ്പുകളാണ്. അതിൽ 5 പേർക്ക് ഫണ്ടിങ് കിട്ടിയിട്ടുണ്ട്. ശരി, ഓക്കെ. അപ്പോൾ പിന്നെ എങ്ങനെയാണ് ഇത് നിങ്ങൾ സ്റ്റുഡൻസ് ആയിട്ട് കൺവേർട്ട് ആവുകയാണോ ചെയ്യുന്നത്? അവിടുന്ന് ഈ സ്റ്റാർട്ടപ്സ് എന്താ സംഭവിച്ചു? നമ്മളതൊരു സെയിൽസ് ഇവന്റ് അല്ല, നമ്മൾ ആ ഇവന്റിലാണ് ഞങ്ങൾ ബിസിനസ് സ്കൂൾ ലോഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പം നമുക്ക് ഇങ്ങനത്തെ നമുക്ക് കമ്മ്യൂണിറ്റിനെ കാണിക്കണം, നമുക്ക് ഇങ്ങനത്തെ നമ്മളുടെ അടുത്ത് ഇത്ര നെറ്റ്വർക്ക് ഉണ്ട്, നമുക്ക് ഇത്ര ഇൻവെസ്റ്റർ പൂൾ ഉണ്ട്, ഇത്ര സ്റ്റാർട്ടപ്പ് ഫൗണ്ടേഴ്സ് നമ്മളായിട്ട് അസോസിയേറ്റ് ചെയ്തിട്ട് വർക്ക് ചെയ്യുകയാണെന്നുള്ളത്. അപ്പോൾ നമുക്കതൊരു സെയിൽസ് ഇവന്റ് അല്ല, നമുക്ക് അങ്ങനത്തെ ഒരു എക്കോസിസ്റ്റം ഉണ്ടാക്കുക എന്നുള്ളത് ഭയങ്കര ഒരു ഡ്രീമായിരുന്നു നമ്മളെ. ഓക്കെ. അപ്പോൾ ഈ ഇവന്റിലൊക്കെ കണ്ടിട്ടുള്ള ഒരു പാറ്റേൺ എന്താ? ഈ സ്റ്റാർട്ടപ്സ് അവർക്ക് ഉണ്ടാവുന്ന എന്തെങ്കിലും ഒരു തെറ്റിദ്ധാരണയോ അല്ലെങ്കിൽ ഫണ്ടിങ്ങിനെ പറ്റിയിട്ടൊക്കെ ഉള്ള എന്താണ്? ഫണ്ടിങ് എന്ന് പറഞ്ഞാൽ ഇപ്പം പ്രീ സീഡ് എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ കേൾക്കുന്നുണ്ട്, പക്ഷേ എക്സാക്ട് റിയൽ ആയിട്ട് ഫണ്ട് കിട്ടിയ ആൾക്കാർക്ക് അത് ഭയങ്കര കുറവാണ്. റിയാലിറ്റി അതാണ്. അപ്പോൾ ആ ഫണ്ടിങ്ങിലേക്ക് എത്താൻ കുറേ പ്രോസസ്സ് ഉണ്ട്. എല്ലാ കമ്പനീസും VCs ആണെന്നുണ്ടെങ്കിലും ഏഞ്ചൽ ഇൻവെസ്റ്റേഴ്സ് ആണെന്നുണ്ടെങ്കിലും അവർ ഫണ്ട് ചെയ്യൽ ഫൗണ്ടേഴ്സിലാണ് ഫണ്ട് ചെയ്യുക. അപ്പോൾ ഫൗണ്ടേഴ്സിൽ ഫണ്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ ഫൗണ്ടറിന് വേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അത് ചിലപ്പോൾ ഇപ്പം നമ്മൾ ആക്സിലറേറ്റർ പ്രോഗ്രാംസ് ചെയ്യുന്നുണ്ട്, വർക്ക്ഷോപ്സുകൾ ചെയ്യുന്നുണ്ട്, ബൂട്ട് ക്യാമ്പുകൾ ചെയ്യുന്നുണ്ട് ഫൗണ്ടേഴ്സിന് വേണ്ടിയിട്ടുള്ള. ഇപ്പം ബീറ്റ് സ്കൂൾ ഓഫ് ബിസിനസ്സിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 3 ഡൊമൈനിലാണ് നമ്മളിപ്പോഴത്തെ ആക്ടിവിറ്റീസ് നടക്കുന്നത്. ഒന്ന് കിക്ക് സ്റ്റാർട്ട് എന്ന് പറഞ്ഞിട്ടുള്ള വർക്ക്ഷോപ്പ് സീരീസ് ഉണ്ട്. അത് മന്ത്ലി ട്വൈസ് ഫൗണ്ടേഴ്സ് വരും, ഇൻവെസ്റ്റേഴ്സ് വരും. എന്നിട്ട് അതൊരു വർക്ക്ഷോപ്പ് മോഡലാണ്. അത് ഫസ്റ്റ് ബേസിക് ആണ് ഒരു ഫൗണ്ടറിന് വേണ്ടത്, ഓൺട്രപ്രണർഷിപ്പ് മൈൻഡ് സെറ്റ്. ആ മൈൻഡ് സെറ്റ് ചെയ്ത് കൊടുക്കലും
പിന്നെ ഒരു ഇൻവെസ്റ്റർ സ്റ്റാർട്ടപ്പുകളിൽ നിന്ന് ആഗ്രഹിക്കുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. അയാൾക്ക് വേണ്ട റിക്വയർമെന്റ്സ് ഉണ്ട്. അത് ഡെലിവർ ചെയ്യാന്നുള്ള ഒരു സീരീസാണ് ആ കിക്ക് സ്റ്റാർട്ടിൽ മെയിൻലി നടക്കുക. അതാണ് നമ്മളെ വർക്ക്ഷോപ്പ് സീരീസ്. പിന്നെ നമ്മളെ ബൂട്ട് ക്യാമ്പ് ഉണ്ട്. അതൊരു 1 month പ്രോഗ്രാമാണ്. അത് ഓൺലൈനായിട്ടും ഓഫ്ലൈനായിട്ടും സ്റ്റാർട്ടപ്പ് ഫൗണ്ടേഴ്സിന് അറ്റൻഡ് ചെയ്യാം. അതിൽ 1-to-1 മെൻറ്ററിങ് ഉണ്ട്. പിന്നെ ഓരോ സ്റ്റാർട്ടപ്പിനും വ്യത്യസ്ത തരം തീസിസുകളാവും, കസ്റ്റമൈസബിൾ പിച്ചുകളാവും. അങ്ങനെ അപ്പോൾ ഓരോരുത്തർക്കും ഇപ്പോൾ ശരത്തിന് AI ആണ്. അപ്പം ശരത്തിൻ്റെ തീസിസും എൻ്റെ എട്ടെക്കിലെ തീസിസും ഡിഫറെൻ്റ് ആണ്. അപ്പം അത് നമ്മൾ ഓരോരുത്തർക്ക് കസ്റ്റമൈസ്ഡ് ആയിട്ട് ഈ 1 month ബൂട്ട് ക്യാമ്പിൽ നമ്മൾ പ്രൊവൈഡ് ചെയ്ത് കൊടുക്കുന്ന ഒരു ട്രെയിനിങ് അല്ല, ഒരു മെൻറ്ററിങ് ആണ്. 1-to-1 മെൻറ്ററിങ്, അങ്ങനത്തെ സംഭവങ്ങൾ. അതിൽ ഒരു ദിവസം അവർക്കൊരു പിച്ച് ഡേ ഉണ്ടാവും. അത് ഓൺലൈനായിട്ട് പാൻ ഇന്ത്യ പ്രസൻസ് ഉള്ള ഒരു 3 ഇൻവെസ്റ്റർ മുന്നിൽ അവർക്ക് പിച്ച് ചെയ്യാം. ഓൺലൈനാണ്. ഈ കിക്ക് സ്റ്റാർട്ട് പ്രോഗ്രാമും ഈ ബൂട്ട് ക്യാമ്പും അത് ഡിഫറെന്റ് ആണോ അതോ ഒരു പ്രോഗ്രാമിന്റെ? ഡിഫറെന്റ് ആണ്. ഇത് ജസ്റ്റ് ഒരു വർക്ക്ഷോപ്പ് സീരീസ് ആണ് കിക്ക് സ്റ്റാർട്ട്. അത് വേണമെങ്കിൽ നമുക്ക് അങ്ങനെ അതിന് പോവാം. യെസ്. ആ വർക്ക്ഷോപ്പിൽ നമുക്ക് ഓഫ്ലൈൻ ആയിട്ട് നമ്മളെ കാലിക്കറ്റ് ക്യാമ്പസിൽ വന്നിട്ട് ആ വർക്ക്ഷോപ്പ് അറ്റൻഡ് ചെയ്യാം. അതൊരു ബേസിക് മൈൻഡ് സെറ്റ് ഉണ്ടാക്കുന്ന ഒരു വർക്ക്ഷോപ്പുകളാണ്. ഇപ്പോൾ സ്റ്റാർട്ടപ്പ് ഫൗണ്ടർ എല്ലാവർക്കും സ്റ്റാർട്ടപ്പ് ഐഡിയ ഉണ്ട്. പക്ഷേ ഓൺടർപ്രണർഷിപ്പ് എന്ന് പറഞ്ഞാൽ അത് സിമ്പിൾ അല്ല, കുറച്ച് ചലഞ്ചസ് ഉണ്ട്. അപ്പോൾ ആദ്യം ബേസ് വേണ്ടത് ഒരു മൈൻഡ് സെറ്റ് ആണ്. ആ മൈൻഡ് സെറ്റ് ഉണ്ടാക്കാനുള്ള എല്ലാവർക്കും എൻ്റർ ചെയ്യാം. സ്റ്റാർട്ടപ്പ് ഓൾറെഡി റണ്ണിങ് ആയിട്ടുള്ളവർക്കാണ്. അതിൽ മെയിൻലി ഒരു ഇൻവെസ്റ്റർ ആക്സസ് ആണ്. 1-to-1 മെൻറ്റർഷിപ്പ് ഉണ്ടാവും അതിൽ. അപ്പോൾ അതിൽ കൂടെ ആൾക്ക് ഒരു പിച്ച് ഡെക്ക് എങ്ങനെ ഉണ്ടാക്കുക എന്നുള്ളത് ആ 1 month പ്രോഗ്രാം കംപ്ലീറ്റ് ആകുമ്പോൾ തന്നെ ഒരു ഫൗണ്ടറിന് മനസ്സിലാവും. പിന്നെ ഓൾറെഡി ആ കംപ്ലീറ്റ് ആകുമ്പോൾ ലാസ്റ്റ് വീക്കിൽ 4th വീക്കിൽ ആൾക്ക് ഇൻവെസ്റ്റേഴ്സ് ആയിട്ടുള്ള പിച്ച് ഡേ ഉണ്ടാവും. അപ്പോൾ 3 ഇൻവെസ്റ്റേഴ്സ് പാൻ ഇന്ത്യ പ്രസൻസ് ഉള്ള ഇൻവെസ്റ്റേഴ്സ് ഉണ്ടാവും. നമ്മളെ ഇൻവെസ്റ്റർ പൂൾ എന്ന് പറഞ്ഞാൽ സക്സസ് ആയ ഇൻവെസ്റ്റേഴ്സ് മാത്രമല്ല, മെന്റേഴ്സ് എന്ന് പറഞ്ഞാൽ സക്സസ് ആയ മെന്റേഴ്സ് മാത്രമല്ല, ഫെയിൽഡ് മെന്റേഴ്സും ഉണ്ട്. എങ്ങനെ ഫെയിലായി എന്നും പഠിക്കണമല്ലോ. തീർച്ചയായിട്ടും. ഇപ്പോൾ ഒരു സ്റ്റാർട്ടപ്പ് ഫൗണ്ടറെ സംബന്ധിച്ചിട്ട് ഈ ഫണ്ടിങ് ഇപ്പോൾ ഭയങ്കര സെലിബ്രേറ്റ് ചെയ്യപ്പെടുന്ന ഒരു കാര്യമാണ് ഫണ്ടിങ്. അപ്പോൾ അവരെങ്ങനെയാണ് ആ റൂട്ട് ചൂസ് ചെയ്യേണ്ടത്? ഇപ്പം ഞാൻ ഫണ്ടിങ് റേസ് ചെയ്യണോ അല്ലെങ്കിൽ ഞാൻ ബൂട്ട് സ്ട്രാപ്ഡ് ആയിട്ട് പോകണോ എന്നുള്ളൊരു തീരുമാനം ഇപ്പം ചില ബിസിനസ്സിനെ സംബന്ധിച്ചിട്ട് ഫണ്ടിങ് റേസ് ചെയ്യുന്നതായിരിക്കും അവർക്ക് ഇമ്പോർട്ടൻറ്റ്. അപ്പം എങ്ങനെയാണ് ആ ഒരു ഡിസിഷനിലേക്ക് അവർക്ക് എത്താൻ പറ്റുക? ഫസ്റ്റ് എല്ലാവർക്കും ഒരു പ്രോഡക്റ്റാണ് ഇറക്കണമെന്നുണ്ടെങ്കിലും എന്താണെന്നുണ്ടെങ്കിലും ഒരു ഫൗണ്ടറിന് ഫസ്റ്റ് വേണ്ട MVP, ആ സ്റ്റേജ് മനസ്സിലാക്കിയിട്ട് എന്താണ് പരിപാടി, ഇത് എങ്ങനെ സെല്ല് ചെയ്യാം, ഇതിൽ എന്താണ് ആൾ ഫേസ് ചെയ്യുന്ന ചലഞ്ചസ്. അപ്പോൾ അതൊരു മെൻറ്റർഷിപ്പ് ഉണ്ടെന്നുണ്ടെങ്കിൽ മാത്രമേ അതിലേക്കൊക്കെ എത്താൻ പറ്റുള്ളൂ. അപ്പം ഈ ഫണ്ടിങ് കിട്ടണമെന്നുണ്ടെങ്കിൽ നമുക്ക് അതിന് വേണ്ട കുറച്ച് കാര്യങ്ങൾ നമ്മൾ ആദ്യം സെറ്റ് ചെയ്ത് വെക്കണം. എന്നിട്ടാണ് നമുക്ക് ഫണ്ടിങ്ങിലേക്ക് പോകാൻ പറ്റുള്ളൂ. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ ഒരു ഫൗണ്ടറാണ് നമ്മൾ എന്താ പറയുക ബാക്ക് ചെയ്യുന്നത്. അപ്പോൾ ഫൗണ്ടർ ബാക്ക് ചെയ്യുമ്പം ഫൗണ്ടർ ചെയ്യേണ്ട കുറച്ച് ആക്ടിവിറ്റീസ് ഉണ്ട്. അപ്പോൾ നമ്മളതൊരു എന്താ പറയുക ഒരു ചലഞ്ചിങ് മോഡിലാണ് നമ്മളെ സ്റ്റാർട്ടപ്പ് ഫൗണ്ടേഴ്സിന് കൊടുക്കുന്നത്. കുറച്ച് ആക്ടിവിറ്റീസ് ഉണ്ട്, കുറച്ച് ട്രെയിനിങ്ങുകളുണ്ട്, ലിങ്ക്ഡിൻ ആക്ടിവിറ്റീസ് ഉണ്ട്. എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ ആക്ടിവിറ്റീസ് എന്ന് പറയുമ്പോൾ ഇപ്പം നമുക്ക് ഇപ്പോൾ ഒരു ഫൗണ്ടറിന് വേണ്ട ബേസിക് ആയിട്ടുള്ള ഒരു സംഭവമാണ് ലിങ്ക്ഡിൻ ആക്റ്റീവ് ആവുക എന്നുള്ളത്. അപ്പം അതിൽ ലിങ്ക്ഡിനിൽ ആള് ഏതൊക്കെ നെറ്റ്വർക്കിൽ കണക്ട് ചെയ്യണം, ആർക്കൊക്കെ കോൾഡ് ഇമെയിൽസ് അയക്കണം, അങ്ങനത്തെ സംഭവങ്ങൾ ഉണ്ടാവുമല്ലോ. അപ്പം ഞാൻ പോയിട്ട് വേറെ ഒരു ഡൊമൈനിലുള്ള ആൾക്ക് വെറുതെ ഇരുന്ന് റിക്വസ്റ്റ് അയച്ചിട്ട് കാര്യമില്ലല്ലോ, കോൾഡ് ഇമെയിൽസ് അയച്ചിട്ട് കാര്യമില്ല. അപ്പം കറക്റ്റ് പാത്ത് എങ്ങനെയാണെന്നുള്ളത് നമ്മൾ കാണിച്ചു കൊടുക്കും, എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്നുള്ളത്. അത് എക്സാക്ട്ലി നമ്മൾ ആക്സിലറേറ്റർ പ്രോഗ്രാംസിൽ എല്ലാത്തിലും നമ്മൾ റെഫർ ചെയ്യുന്ന ഒരു പരിപാടിയാണ്. ഒരു ചലഞ്ചിങ് മോഡാണ്. അതിൽ ഒരു സ്റ്റാർട്ടപ്പ് ഫൗണ്ടേഴ്സ് ചലഞ്ച് ആക്സെപ്റ്റ് ചെയ്തിട്ട് നമ്മൾ പറയുന്ന ആക്ടിവിറ്റീസ് ചെയ്യാന്നുള്ളതാണ്. അതാണ് അവരുടെ അസൈൻമെന്റ്. ഫണ്ട് റേസ് ചെയ്ത് കഴിഞ്ഞാൽ യൂഷ്വലി അവർ ഫേസ് ചെയ്യുന്ന ചാലഞ്ചസ് എന്തൊക്കെയാണ്? ഇപ്പോൾ ആ ഫണ്ട് പ്രോപ്പറായിട്ട് ഡിപ്ലോയ് ചെയ്യണമല്ലോ. അപ്പോൾ ആ ഏരിയയിൽ നിങ്ങൾ സപ്പോർട്ട് കൊടുക്കുന്നുണ്ടോ? എങ്ങനെയാണ് അവിടെ നിന്ന് അങ്ങോട്ടുള്ള കാര്യങ്ങളുണ്ടോ അതോ ഫണ്ടിങ് വരെയുള്ള കാര്യങ്ങൾ? ഫണ്ടിങ് വരെയുള്ള കാര്യങ്ങളാണ്. പിന്നെ ലൈഫ് ടൈം സപ്പോർട്ട് നമ്മൾ പ്രൊവൈഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതെങ്ങനെയെന്ന് പറഞ്ഞാൽ ഇപ്പം ആ ഫണ്ട് അലോക്കേറ്റ് ചെയ്യേണ്ടത് എങ്ങനെയാണ്, ഇപ്പം അതിൽ ചില SOPs ബിൽഡ് ചെയ്യേണ്ടി വരും. പിന്നെ നമുക്ക് ചില ആൾക്കാർക്ക്, ചില ഫൗണ്ടേഴ്സിന് നമ്മൾ കണ്ടിട്ടുള്ളതാണ്, ചില ആൾക്കാർക്ക് ഒരു HR സിസ്റ്റം അങ്ങനത്തെ ആക്ടിവിറ്റീസ് ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ അതിൽ കുറച്ച് പ്രോസസ്സുകൾ നമ്മൾ ബിൽഡ് ചെയ്ത് കൊടുക്കും.
പിന്നെ ഫണ്ട് അലോക്കേറ്റ് ചെയ്യേണ്ടത് എവിടെ നമ്മൾ സ്പെൻഡ് ചെയ്യണം, മാർക്കറ്റിങ്ങിൽ എത്ര സ്പെൻഡ് ചെയ്യണം, പിന്നെ നമുക്ക് ബാക്കിയുള്ള പ്രോസസ്സുകളിൽ എത്ര സ്പെൻഡ് ചെയ്യണം, പീപ്പിളിന് എത്ര സ്പെൻഡ് ചെയ്യണം. അപ്പം അതൊക്കെ നമ്മൾ അലോക്കേറ്റ് ചെയ്ത് കൊടുക്കാറുണ്ട്. എവിടെ നമ്മൾ എവിടെ റിക്രൂട്ട് ചെയ്യണം, എവിടെ നമ്മൾ സ്പെൻഡ് ചെയ്യണം എന്നുള്ളത് നമ്മൾ അതിൻ്റെ ഒരു സപ്പോർട്ട് നമ്മൾ ഓൾറെഡി നമ്മളെ കമ്മ്യൂണിറ്റിൻ്റെ ഭാഗമായാൽ ഇപ്പം സ്റ്റാർട്ടപ്പ് ഇപ്പം മെൻറ്റർഷിപ്പ് എന്ന് പറഞ്ഞാൽ ആ ഒരു നെറ്റ്വർക്കിങ്ങിൽ എല്ലാവരും തമ്മിൽ ഹെൽപ്പ് ചെയ്യുക എന്നുള്ള ആ മൈൻഡ് സെറ്റ് ഉണ്ടായാൽ തന്നെ നമ്മൾ അടിപൊളിയാണ്. ഈ ആക്സിലറേറ്റർ ആൻഡ് ഇൻക്യുബേഷൻ അങ്ങനത്തെ ഒക്കെ ആക്ടിവിറ്റീസ് ഉണ്ടാവുമല്ലോ. അപ്പം ഇവിടെ നിങ്ങൾക്ക് ദുബായിൽ തന്നെ ഒരുപാട് ആക്സിലറേറ്റർ പ്രോഗ്രാംസ് ഗവൺമെൻറ് തന്നെ സപ്പോർട്ട് ചെയ്തിട്ട് ഇവിടെ നടക്കുന്നുണ്ട്. അപ്പോൾ അതിൽ മെയിൻലി ഒരു ഇപ്പോൾ ഫണ്ട് നോക്കുന്ന ഒരു ഫൗണ്ടർ ആണെന്നുണ്ടെങ്കിൽ അയാൾക്ക് കിട്ടാൻ പോകുന്നത് നെറ്റ്വർക്കാണ്. ആ നെറ്റ്വർക്ക് ആള് പ്രോപ്പർലി റൈറ്റ് ക്വസ്റ്റ്യൻസ് ചോദിക്കുക, റൈറ്റ്ലി ആ കമ്മ്യൂണിറ്റിയിൽ ഭാഗമാവുക. അല്ലാതെ നമ്മൾ ആ കമ്മ്യൂണിറ്റിയിലുണ്ട് മിണ്ടാതിരുന്ന് ഒരു ഭാഗത്ത് ഇരുന്നാൽ പരിപാടി നടക്കൂലല്ലോ. അപ്പോൾ ആ നെറ്റ്വർക്കിൽ ഇൻക്ലൂഡ് ആവുക, ആ കമ്മ്യൂണിറ്റിയിൽ ഭാഗമാവുക, ഫണ്ട് റേസ് ചെയ്യാനുള്ള ആരെ നമ്മൾ കണക്ട് ചെയ്യണം എന്നുള്ള അങ്ങനത്തെ ഒക്കെ ആക്ടിവിറ്റീസ് ഇൻക്ലൂഡ് ആയാലാണ് ആൾക്ക് അവിടെ എത്താൻ പറ്റുള്ളൂ. ഒരു സ്റ്റാർട്ടപ്പിൽ ഇപ്പോൾ ഇൻവെസ്റ്റേഴ്സ് യൂഷ്വലി നോക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്, അവർ എന്തൊക്കെ എക്സ്പെക്ട് ചെയ്യുന്നത്? ബേസിക്കലി അതൊരു ഫൗണ്ടേഴ്സിലാണ് എല്ലാ സ്റ്റാർട്ടപ്പുകളും ഇൻവെസ്റ്റ് ചെയ്യുന്നത്. ഐഡിയൽ അല്ല, ഫൗണ്ടേഴ്സിലാണ് എല്ലാ സ്റ്റാർട്ടപ്പുകളും ഇൻവെസ്റ്റ് ചെയ്യുന്നത്. ഐഡിയൽ അല്ല എന്നല്ല, ഐഡിയ നോക്കും. പക്ഷേ എല്ലാ സ്റ്റാർട്ടപ്പ് ഇപ്പം നമ്മൾ എത്ര ഫെയിലായ സ്റ്റാർട്ടപ്പുകൾ കണ്ടിട്ടുണ്ട്. ഇപ്പം നമുക്കിപ്പോൾ അടുത്ത് തന്നെ എത്ര സ്റ്റാർട്ടപ്പുകളാണ് ഫെയിൽ ആയതെന്ന് പറഞ്ഞിട്ടുള്ള തന്നെ ഒരു കണക്കുകൾ വന്നിട്ടില്ലേ. ഇപ്പം 10ൽ 3 സ്റ്റാർട്ടപ്പുകൾ സക്സസ് ആവണുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഫൗണ്ടർ എന്തൊക്കെ ആക്ടിവിറ്റീസ് ആണ് ചെയ്യുന്നത്, ആളെ വിസിബിലിറ്റി എന്താണ്. ഇപ്പം നമ്മൾ പേഴ്സണൽ ബ്രാൻഡിങ് ഒക്കെ നോക്കുന്നില്ലേ, കണ്ടന്റുകൾ. ഫൗണ്ടറെ സംബന്ധിച്ചിട്ട് ഉണ്ടായിരിക്കുന്ന അത്തരം ക്വാളിറ്റീസ് എന്തൊക്കെയാണ്? ഈ പറഞ്ഞ വിസിബിലിറ്റി ഒരു കാര്യമാണ്. പിന്നെ ആള് ഇപ്പം ഏത് ഫൗണ്ടറാണ് ഏത് ഇൻവെസ്റ്റർ ആണെന്നുണ്ടെങ്കിലും ആ പ്രോഡക്റ്റ് വയബിൾ ആണോ എന്നുള്ള സംഭവങ്ങളും ആ സർവീസ് വയബിൾ ആണോ എന്നുള്ള സംഭവം. ഇപ്പം അധികം ഈ ടെക്കിൽ മാത്രമല്ല ഇൻവെസ്റ്റ് ചെയ്യുന്നത്. ഒരുപാട് അഗ്രികൾച്ചർ കുറെ അങ്ങനത്തെ ആക്ടിവിറ്റീസ് ഇല്ലേ. പിന്നെ ഒരുപാട് പ്രോഡക്ട്സുകൾ സർവീസസിൽ ഒക്കെ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്. ഇപ്പൊ ഇൻവെസ്റ്റേഴ്സ് എന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മൾ ഫസ്റ്റ് ഒരു ഇൻവെസ്റ്റ്മെന്റ് നമ്മൾ വാങ്ങുക ഫ്രണ്ട്സ്, ഫാമിലി, അങ്ങനത്തെ സംഭവങ്ങൾ. 3Fs ഫ്രണ്ട്സ്, ഫാമിലി ആൻഡ് ഫൂൾസ്. അങ്ങനത്തെ ആൾക്കാരുടെ അടുത്ത് നിന്നാണ് നമ്മൾ ഫണ്ട് വാങ്ങുക. പിന്നെയാണ് വരുന്നത് VCs, ഏഞ്ചൽ ഇൻവെസ്റ്റേഴ്സ്, കോർപ്പറേറ്റ്, ഇവരൊക്കെ എല്ലാവരും ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പം അവർ നോക്കുക എന്ന് പറഞ്ഞാൽ കറക്റ്റ് പ്രോസസ്സ് ഉണ്ടോ, കറക്റ്റ് പീപ്പിൾസ് എങ്ങനെയുണ്ട്. ഇപ്പം നല്ല ഇപ്പോൾ ഒരു അത്യാവശ്യം ഗ്രോത്ത് സ്റ്റേജിലുള്ള കമ്പനി ആണെന്നുണ്ടെങ്കിൽ അതിൽ മെയിൻ ഹ്യൂമൻസ് ആരൊക്കെയാന്ന് അവർ നോക്കും. ആ ഒരു സ്റ്റാർട്ടപ്പിന്റെ സ്ട്രക്ചർ എന്താണെന്ന് നോക്കും, ട്രാക്ഷൻ ഉണ്ടോ നോക്കും. അങ്ങനത്തെ ആക്ടിവിറ്റീസ് ഒക്കെയാണ് ഇൻവെസ്റ്റേഴ്സ് പ്രത്യേകം. ഫൗണ്ടറിലാണ് എല്ലാവരും ഇൻവെസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ആ ഫൗണ്ടറിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ് B2 സ്കൂൾ ഓഫ് ബിസിനസ് ചെയ്യുന്നത്. ഫൗണ്ടർ എങ്ങനെ ഒരു ഫൗണ്ടർ ആവണം, ഫൗണ്ടറിന് ചെയ്യേണ്ട ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ടാവും. എല്ലാവർക്കും കിടക്കുമ്പോൾ ഒരു ഐഡിയ ഉണ്ട്, പക്ഷെ അത് ഒരു സ്റ്റാർട്ടപ്പ് ഐഡിയ ഉണ്ടാവും. ഇപ്പം നമ്മളാണെങ്കിലും ഓഫീസിലാണെന്നുണ്ടെങ്കിലും കൊളീഗ്സ് തമ്മിൽ ഐഡിയാസ്, ഇപ്പോൾ ശരത്ത് തന്നെ പറഞ്ഞു, നിങ്ങൾ ഐഡിയാസ് ഡിസ്കസ് ചെയ്തിട്ടാണ് നിങ്ങൾ കോ-ഫൗണ്ടർ ചൂസ് ചെയ്തതെന്നുള്ളത്. അപ്പം അത് അങ്ങനെ എല്ലാ ഓഫീസിലും ഇങ്ങനത്തെ ഐഡിയാസ് നടക്കുന്നുണ്ട്, ഫ്രണ്ട്സിൻ്റെ ഇടയിൽ നടക്കുന്നുണ്ട്. പക്ഷെ അതൊരു വാലിഡേറ്റ് ചെയ്തൊരു സ്റ്റാർട്ടപ്പ് ആവണം എന്നുണ്ടെങ്കിൽ കുറച്ച് പ്രോസസ്സിലൂടെ ആ സ്റ്റാർട്ടപ്പ് ഫൗണ്ടർ കടന്നു പോയാലാണ് ആൾക്ക് അതിൻ്റെ ഒരു ഫണ്ടിങ്ങിലേക്കും അതിൻ്റെ അടുത്തൊരു സ്റ്റേജിലേക്കും ഒക്കെ ആൾക്ക് പോകാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ B സ്കൂള് സ്റ്റാർട്ട് ചെയ്യാനുണ്ടായിട്ടുള്ള റീസൺ എന്താണ്, എന്തുകൊണ്ട് അതിലേക്ക് കടന്നു? ഇപ്പോൾ നമ്മൾ ഓൺട്രപ്രണർഷിപ്പ് ജേണി തുടങ്ങിയിട്ട് കുറച്ച് കാലമായി, 10-12 കൊല്ലമായി. അപ്പോൾ നമ്മൾ ഇങ്ങനെ നമ്മളെ ബീറ്റ് എന്ന ബ്രാൻഡ് നമ്മൾ എക്സ്പാൻഡ് ചെയ്യുമ്പം ഞങ്ങൾ ഫേസ് ചെയ്ത കുറച്ച് ചലഞ്ചസ് ഉണ്ട് നമുക്ക് ആസ് ഓൺട്രപ്രണർ എന്നുള്ള രീതിയിൽ. ഇപ്പോൾ നമ്മൾ ഒമാൻ പോയപ്പം, നമ്മൾ ഒമാനിലെ ബ്രാഞ്ച് തുടങ്ങുമ്പം, ഇവിടെ UAE വന്നപ്പം ഇപ്പം നമുക്ക് നല്ലൊരു ട്രെയിനിങ്ങും നല്ലൊരു പരിപാടികൾ നമുക്ക് എങ്ങനെ കണക്ട് ചെയ്യണം, നെറ്റ്വർക്കിംഗ് എങ്ങനെ വേണം എന്നുള്ളൊരു ട്രെയിനിങ് ഒക്കെ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നന്നായിരുന്നു എന്ന് തോന്നി. പിന്നെ കുറച്ച് പ്രോസസ്സുകളും SOPs ബിൽഡ് ചെയ്യുമ്പോഴും ഒക്കെ നമ്മളൊരു ഒരു കൺസൾട്ടന്റിനെ ഏൽപ്പിക്കുകയാണെന്നൊക്കെ നമ്മളെ ബിസിനസിന്റെ കൺസൾട്ടന്റ് എക്സാക്ട്ലി നമ്മൾ തന്നെ ആവണം. അപ്പോൾ അതിന് നമുക്കൊരു ട്രെയിനിങ്ങോ നമുക്കൊരു ആക്സിലറേറ്റർ പ്രോഗ്രാംസോ നമ്മൾ അറ്റൻഡ് ചെയ്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ
നിങ്ങൾക്ക് കുറച്ചും കൂടെ വേഗത കൈവരിക്കാം. നമുക്കൊരു കുറച്ചും കൂടി ഒരു നമ്മളെ പാത്തൊന്നും കൂടി സ്മൂത്ത് ആയിരുന്നു. ശരി, ഓക്കെ. അപ്പം നമുക്ക് തോന്നിയ ഐഡിയ ആണ് നമുക്ക് ഈ ഇങ്ങനത്തെ ഒരു എക്കോസിസ്റ്റത്തിൽ സ്റ്റാർട്ടപ്പ് എക്കോസിസ്റ്റത്തിലുള്ള ഒരു ബിസിനസ് സ്കൂള് വളരെ കുറവാണ്. അപ്പം സ്റ്റാർട്ടപ്പുകളെ ഫോക്കസ് ചെയ്തു നമ്മളിപ്പം എനിക്ക് ഒരു മാസ്റ്റേഴ്സ് യൂണിയൻ ഉണ്ട്, മെസ്സ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. അപ്പൊ അതേപോലത്തെ ഒരു കോൺസെപ്റ്റ് തന്നെയാണ്. മലബാറിൽ അങ്ങനത്തെ ഒരു ബിസിനസ് സ്കൂളില്ല. അപ്പം എല്ലാവരും നമ്മളിപ്പോൾ റെഗുലർ കംഫർട്ട് MBAs ആണ് എല്ലാവരും. MBA UG കഴിഞ്ഞാൽ PGക്ക് പോകുന്ന MBA ചൂസ് ചെയ്യുന്നത് റെഗുലർ ഒരു ആയിട്ടുള്ള MBA അല്ലെങ്കിൽ അതർ പുറത്തേക്ക് UK അങ്ങനെ പോകുന്ന ആൾക്കാരുണ്ട്. പക്ഷേ UK പോയ ആൾക്കാരൊക്കെ തിരിച്ചു വന്നിട്ടൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാനാണ് നോക്കുക, പുറത്ത് പോയ ആൾക്കാരാണെന്നുണ്ടെങ്കിൽ. അപ്പം അങ്ങനെ വരുമ്പം ഇപ്പം ഞങ്ങൾ ഫേസ് ചെയ്തൊരു ചലഞ്ച് എന്ന് പറഞ്ഞാൽ ഇങ്ങനത്തെ നമുക്ക് ഒന്നും കൂടി കുറച്ചും കൂടി ഒരു മെൻറ്ററിങ്ങും ഒരു ആക്സിലറേറ്റർ പ്രോഗ്രാംസും അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി നമ്മളെ പാത്തൊന്ന് സ്മൂത്ത് ആവാനുള്ള ഒരു ചാൻസ് ഉണ്ടായി. അതാണ് പിന്നെ നമ്മളെ എക്കോസിസ്റ്റം. ഈ സ്റ്റാർട്ടപ്പ് എക്കോസിസ്റ്റത്തിൽ സ്റ്റാർട്ടപ്പ് ബേസ്ഡ് ആയിട്ടുള്ള കോളേജസ് ഭയങ്കര കുറവാണ്. അത് ഇതേപോലെ എവിടെന്നെങ്കിലും ഐഡിയ കിട്ടിയതാണോ? നമ്മളെ ഇൻസ്പിറേഷൻ എക്സാക്ട്ലി നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ മാസ്റ്റേഴ്സ് യൂണിയൻ, ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ്. അപ്പം അവിടുത്തെ ഇപ്പം ബാംഗ്ലൂർ പോലത്തെ സ്ഥലത്ത് ഡെയിലി എത്ര പിച്ചിങ് ഇവൻറ്റ്സ് നടക്കുന്നുണ്ടാവും. അപ്പം അത് ചിലപ്പോൾ കഫേസിലാവാം, അതല്ലെങ്കിൽ അതിന് ഈ കോവർക്കിംഗ് സ്പേസുകളിലാവാം. അപ്പം പക്ഷെ അങ്ങനത്തെ ഇവൻറ്റ്സ് ഒന്നും നമ്മളെ ഇവിടെ കേരളത്തിൽ ഭയങ്കര കുറവാണ്. ഈ ദുബായിൽ എക്സാക്ട്ലി നടക്കുന്നുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ഒരുപാട് പിച്ചിങ് ഇവൻറ്റ്സ് നടക്കാറുണ്ട്. ഇവൻറ്റ്സിന് ഭയങ്കര പേര് കേട്ട സ്ഥലമാണല്ലോ ഇവിടെ. ഇപ്പോൾ ഇവിടെ ഇപ്പം ജൈറ്റെക്സ് വരുന്നു, ഫിൻ സമ്മിറ്റ് വരുന്നു, കുറേ സമ്മിറ്റുകൾ, കുറേ സംഭവങ്ങൾ ഇവിടെ വരുന്നില്ല. അപ്പോൾ അതിലൊക്കെ ഒരു ദിവസം പിച്ചിങ് ഇവന്റ് ഉണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഒരു ദിവസം പിച്ചിങ് ഇവന്റ് ഉണ്ടാവും. പക്ഷെ അങ്ങനത്തെ പിച്ചിങ് ഇവന്റ്സും അങ്ങനത്തെ സംഭവങ്ങളും ഡയറക്റ്റ് ഇൻവെസ്റ്റേഴ്സിനെ കാണുന്ന പരിപാടികളൊക്കെ നമ്മുടെ നാട്ടിൽ കുറവാണ്. അപ്പോൾ അതാണ് നമ്മളൊരു ബീറ്റ് സ്റ്റാർട്ടപ്പ് സിനർജി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സീരീസ് ഓഫ് ഇവൻറ്റ്സ് നമ്മൾ പ്ലാൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ അടുത്ത വർഷം മെയ്യിൽ തന്നെ നമ്മൾ വെക്കാനാണ് നമ്മുടെ പ്ലാന്. ഓക്കെ, നൈസ്. അപ്പോൾ ഈ സ്റ്റാർട്ടപ്സിൽ നിങ്ങൾ ഇപ്പോൾ ഫണ്ടിങ് കിട്ടിയെന്ന് പറഞ്ഞല്ലോ, അതിലേതെങ്കിലും ഒരു സ്റ്റാർട്ടപ്പ് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഏതെങ്കിലും? ഇപ്പോൾ നമ്മളതിൽ വന്ന ഒരു സ്റ്റാർട്ടപ്പ് ആയിരുന്നു ഒരു പാർക്കിംഗ് സൊല്യൂഷൻ, ഒരു സ്റ്റാർട്ടപ്പ് പാർക്കി എന്നാണ് അതിൻ്റെ പേര്. അപ്പം അവർക്ക് അതിൽ ഫണ്ടിങ് കിട്ടിയിട്ടുണ്ട്. അപ്പം അതിൽ ഒരു ഏഞ്ചൽ ഇൻവെസ്റ്റർ അവരെ പാർട്ടായിട്ടുണ്ട്. അപ്പം അതിൽ ഭയങ്കര പ്രൗഡാണ് നമ്മളെ പരിപാടി. എന്താണ് എക്സാക്ട്ലി അവർ ചെയ്യുന്നത്? പാർക്കിംഗ് സൊല്യൂഷൻ ആണ്. അപ്പോൾ നമുക്ക് ആപ്റ്റ് ആയിട്ടുള്ള പാർക്കിംഗ് എവിടെയാണ് ഉള്ളതെന്നുള്ളത് നമ്മളെ ആപ്ലിക്കേഷൻ നോക്കിയാൽ കാണാൻ പറ്റുന്ന ഒരു സൊല്യൂഷനാണ്. ഓക്കെ, അതിപ്പോൾ നമ്മൾ കൊച്ചി പോയി എന്ന് വിചാരിക്കുക, നമുക്ക് വണ്ടി പാർക്ക് ചെയ്യണം. നമുക്ക് ഈ ആപ്ലിക്കേഷൻ നോക്കിയാൽ എവിടെയാണ് പാർക്കിംഗ് സ്ലോട്ട് അവൈലബിൾ ആയിട്ടുള്ളത് എന്നുള്ളത്. ചിലപ്പോൾ മാളിലാവാം, മെട്രോ സ്റ്റേഷന്റെ പാർക്കിങ്ങിലാവാം. അപ്പോൾ അതിന്റെ അവൈലബിലിറ്റി കാണിക്കുന്ന ഒരു സൊല്യൂഷനാണ്. ഓക്കെ, അതിനാണ് ഫണ്ടിങ് കിട്ടിയത്. ഓക്കെ, അപ്പോൾ ഈ ഇങ്ങനെ അല്ലാതെ പിന്നെ സ്റ്റാർട്ടപ്പ് ഫൗണ്ടേഴ്സ് അപ്രോച്ച് ചെയ്യാറുണ്ടോ? അതായത് ഈ ബൂട്ട് ക്യാമ്പ്സിലല്ലാതെ പേഴ്സണലി ഇപ്പോൾ നമുക്ക് ലിങ്ക്ഡിനിൽ ഒരുപാട് നമുക്ക് മെസ്സേജസ് വരാറുണ്ട്. ഞാൻ അതിന് പ്രത്യേകം ടൈം കണ്ടെത്തുന്ന ആളാണ്. ഇപ്പം നമുക്ക് ഈ ഫൗണ്ടേഴ്സിനായിട്ട് ഇൻട്രാക്ട് ചെയ്യാന്ന് പറഞ്ഞാൽ ഭയങ്കര ഇപ്പം സ്റ്റാർട്ടപ്പ് ഫൗണ്ടർ എന്ന് പറഞ്ഞാൽ എനർജിയാണ്, പവർ. അവരാണ് എനർജി. നമുക്ക് പ്രോപ്പർലി അവരായിട്ട് സംസാരിക്കുമ്പോൾ തന്നെ നമുക്കൊരു പോസിറ്റീവ് ഫീലിങ്സ് ഉണ്ടാവും. അപ്പം ഞാൻ എപ്പോഴും ടൈം കണ്ടെത്താറുണ്ട്. അപ്പോൾ ലിങ്ക്ഡിനിൽ മെസ്സേജ് അയച്ചാലും എന്നായിട്ട് കണക്ട് ചെയ്യാം. നമ്മൾ ലിങ്ക്ഡിനിലാണെന്നുണ്ടെങ്കിലും എൻ്റെ നമ്പറിൽ ജസ്റ്റ് വാട്സാപ്പിൽ മെസ്സേജ് ചെയ്താലും ഞാൻ റിപ്ലൈ കൊടുത്തിട്ട് ഞാൻ അതിന് ടൈം കണ്ടെത്താറുണ്ട്. അപ്പം പ്രത്യേകിച്ച് ജെൻസി ഫൗണ്ടേഴ്സിനായിട്ട് മീറ്റ് ചെയ്യുമ്പം ഭയങ്കര അവരെ പുതിയ ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ഐഡിയാസ് ഒക്കെ കേൾക്കുമ്പോൾ ഭയങ്കര ഒരുപാട് ഐഡിയാസ് കേട്ടിട്ടുണ്ട്. അപ്പം ഇപ്പം ഞാനൊരു സ്റ്റാർട്ടപ്പ് ഫൗണ്ടർ ഞാൻ അവരായിട്ട് ഇൻട്രാക്ട് ചെയ്യാനുള്ള ഒരു അവസരം ഉണ്ടായി. ആളത് എന്ന് പറഞ്ഞാൽ സ്പേസ് ആണ്. ആളെ സ്റ്റാർട്ടപ്പ് ഐഡിയ എന്ന് പറഞ്ഞാൽ ഇങ്ങനത്തെ സ്പേസിലാണ് ആളെ ഡൊമൈൻ തന്നെ ആള് ഫിക്സ് ചെയ്ത് വെച്ചിട്ടുള്ളത്. ആൾക്ക് 22 വയസ്സുള്ളൂ. ആൾക്ക് ഈ സ്പേസിന് വേണ്ടിയിട്ടുള്ള കുറച്ച് ടെക്നോളജീസ്, കുറച്ച് പ്രോഡക്ട്സ് അയാൾ കണ്ടെത്തി വെച്ചിട്ടുണ്ട്. അപ്പം അതിൽ ഇനി അയാൾ ഇൻകോപ്പറേഷൻ ചെയ്യുന്നത് സിയാലുമായിട്ടും അതൊക്കെയാണ് അയാളെ പ്ലാന്.
അപ്പം അങ്ങനത്തെ നമ്മൾ ചിന്തിക്കാത്ത തരത്തിലുള്ള സ്റ്റാർട്ടപ്പ് നമുക്ക് നമ്മളെ പ്രായത്തിൽ അങ്ങനത്തെ ഐഡിയാസ് ഒക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നോ? ഓക്കെ ഓക്കെ. അപ്പോൾ അതിന് അഭിപ്രായം ചോദിച്ചിട്ടാണ്? യെസ്, ജസ്റ്റ് ഒരു മെൻറ്ററിങ് എന്നുള്ള രീതിയിൽ ചില ആൾക്കാർക്ക് ആ പ്രോസസ്സുകൾ എങ്ങനെ എവിടേക്കാ എങ്ങോട്ടൊക്കെ പോകേണ്ടതെന്നുള്ള ഒരു ചില ആൾക്കാർക്ക് അറിയുണ്ടാവില്ല. അപ്പം ഏത് വാതിൽ മുട്ടിയാലാണ് നമ്മളെ പരിപാടി നടക്കുക എന്നുള്ളതിൻ്റെ. അപ്പോൾ അങ്ങനത്തെ ഒരു മെൻറ്ററിങ് ആണ് ഞാൻ ബേസിക്കലി ചെയ്യാറുള്ളത്. അപ്പം ഞാൻ എല്ലാവരും അക്സെപ്റ്റബിൾ ആണ്, ആർക്ക് വേണമെന്നുണ്ടെങ്കിലും. കുറേ സ്റ്റാർട്ടപ്സ് വരാറുണ്ട്. അപ്പോൾ ഞാൻ അവരിന്ന് ജസ്റ്റ് ഇൻട്രാക്ട് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ഭയങ്കര പോസിറ്റീവാണ്, സംസാരിക്കുമ്പോൾ ഭയങ്കര എനർജിയാണ്. സ്റ്റാർട്ടപ്പ് ഫൗണ്ടേഴ്സിന്റെ കഥയൊക്കെ ഭയങ്കര രസമല്ലേ? അപ്പോൾ എന്താണ് ബീച്ച് സ്കൂളിന്റെ എക്സ്പാൻഷൻ പ്ലാൻസ് എന്തൊക്കെയാണ്? നമ്മൾ ആക്സിലറേറ്റർ പ്രോഗ്രാംസ് UAE സ്റ്റാർട്ട് ചെയ്യാൻ നമുക്ക് നോക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഓൾറെഡി ഇവിടെ പാസ്റ്റ് 2 വർഷമായിട്ട് നമുക്കിവിടെ നമ്മൾ അപ്സ്കില്ലിംഗ് ഡൊമൈനിൽ നമ്മൾ ട്രെയിനിങ് ചെയ്യുന്നുണ്ട്. വർക്കിംഗ് പ്രൊഫഷണൽസിന് നമ്മൾ ട്രെയിനിങ് ചെയ്യുന്നുണ്ട്. അത് 1-to-1 ട്രെയിനിങ് ആണ് ചെയ്യുന്നത്. അപ്പം ഇവിടുത്തെ അവസ്ഥ അറിയാലോ നിങ്ങൾക്ക്, ടൈം ഭയങ്കര പ്രോബ്ലമാണ്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് നമുക്ക് വർക്കിംഗ് പ്രൊഫഷണൽസിന് അവർക്ക് ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ടൈമിങ്ങിൽ റെക്കോർഡഡ് ക്ലാസ് ഒന്നുമില്ല, ഡയറക്റ്റ് ട്രെയിനർ വന്നിട്ട് 1-to-1 ട്രെയിനിങ് വന്നിട്ട് ഓൺലൈനിലാണ്. അവർക്ക് ഫ്ലെക്സിബിൾ ആയിട്ട് അറ്റൻഡ് ചെയ്യാം. അപ്പോൾ അതിൽ ഇപ്പം നമ്മൾ ഇവിടെ കൊടുക്കുന്നതെന്ന് പറഞ്ഞാൽ ഡാറ്റ അനലിറ്റിക്സ്, ഡാറ്റ സയൻസ്, ഡിജിറ്റൽ മാർക്കറ്റിംഗ്, CMA, പിന്നെ ERP ട്രെയിനിങ്ങിൽ സോഹോ ബുക്സ്. ഇപ്പോൾ സോഹോ ബുക്സ് ഭയങ്കര ഫ്ലറിഷിംഗ് ആയിട്ടുള്ളൊരു സോഫ്റ്റ്വെയർ ആണ്. അപ്പം അത് ഫിനാൻസ് ഡിപ്പാർട്ട്മെന്റിൽ. അപ്പം ഈ സോഹോ ബുക്സിന്റെ ട്രെയിനിങ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്ലൈ ചെയ്യണമെങ്കിൽ എവിടെയാണ്? ജസ്റ്റ് beateducations.ai എന്ന് പറഞ്ഞ വെബ്സൈറ്റിൽ ഡയറക്റ്റ് പോയിട്ട് അപ്ലൈ ചെയ്യാം. നിങ്ങൾക്ക് ഞാൻ നമ്പർ പ്രൊവൈഡ് ചെയ്ത് തരാം. അപ്പം നിങ്ങൾക്ക് അത് അവരെ കണക്ട് ചെയ്താൽ മതി. ഓക്കെ. അപ്പോൾ ഈ കോഴ്സസ് ഒക്കെ ചെയ്യണമെങ്കിൽ ബീറ്റ് എഡ്യൂക്കേഷൻസ് UAE കണക്ട് ചെയ്താൽ മതി. ഓക്കെ. അപ്പോൾ ഈ അപ്സ്കില്ലിങ്ങിൻ്റെ ഒരു കാര്യം ഇപ്പോൾ ഓൾറെഡി UAE ചെയ്യുന്നുണ്ട്. അതുകൂടാതെ ബി സ്കൂളിൻ്റെ ആക്സിലറേറ്റർ പ്രോഗ്രാംസ്, ബൂട്ട് ക്യാമ്പ്സ് ഒക്കെ ഇവിടെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാനുള്ള ഒരു പ്രോസസ്സിലാണ് ഇപ്പോൾ ഉള്ളത്. മറ്റ് ബിസിനസ്സുകൾ എന്താണ് ഇവിടെ? എനിക്ക് ഒരു ടാക്സ് കൺസൾട്ടൻസി ഉണ്ട് ഇവിടെ, എക്സ്പാൻഡെക്സ് എന്നാണ് പേര്. അപ്പം നമുക്ക് GCC വാറ്റിൻ്റെ ഒരു നമ്മളെ കോർപ്പറേറ്റ് ടാക്സ് ഒക്കെ ഇവിടെ ഇംപ്ലിമെൻറ്റേഷൻ വന്നപ്പോൾ തന്നെ നമ്മൾ സ്റ്റാർട്ട് ചെയ്തൊരു ഫേമാണ്. അതുകൂടാതെ നമ്മളെ കുട്ടികൾക്കും വേണ്ടിയിട്ട്, ഇപ്പം നാട്ടിലുള്ള കുട്ടികൾക്ക്, അവർ അധികം ആൾക്കാരും ഒരു വീട്ടിലുള്ള ഒരാളെങ്കിലും UAE ജോലി ചെയ്യാൻ പോകുന്നുണ്ടാവും. അപ്പോൾ അവർക്ക് ഇവിടുത്തെ ഒരു എക്സ്പോഷർ കിട്ടണമെന്നുണ്ടെങ്കിൽ നമുക്ക് തന്നെ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഇവിടുത്തെ ഇന്റേൺഷിപ്സും സംഭവങ്ങളൊക്കെ. ഓക്കെ. അതായത് നിങ്ങൾ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിച്ചിറങ്ങി പ്ലേസ്ഡ് ആവുന്നത് നിങ്ങളുടെ മറ്റ് സ്ഥാപനങ്ങളിലാണ്, UAE സ്ഥാപനങ്ങളിലാണ്. ഓക്കെ ഓക്കെ. അത് ഈ ടാക്സ് കൺസൾട്ടൻസി ഉണ്ട് അല്ലേ? അതുകൂടാതെ നമുക്കൊരു IT ഇൻഫ്രാസ്ട്രക്ചർ കമ്പനി, ഡാറ്റ GUC എന്നാണ് പേര്. ഓക്കെ. അപ്പോൾ അതിൽ നമ്മൾ ഇന്റേൺഷിപ്സ് ആണ് മെയിൻലി. അതുകൂടാതെ നമ്മളെ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ഡാറ്റ അനലിറ്റിക്സിലുള്ള റിയൽ ഡാറ്റ, നമ്മൾ പവർ BI ഡാഷ്ബോർഡ് മേക്കിംഗ്, കമ്പനീസിന് വേണ്ടിയിട്ട് പവർ BI ഡാഷ്ബോർഡ് ഉണ്ടാക്കി കൊടുക്കുക, അങ്ങനത്തെ ആക്ടിവിറ്റീസ് ഉണ്ടാവുമല്ലോ. റിയൽ ഡാറ്റ എവിടെ നിന്നാണ്? നമ്മളെ ഓൺ കമ്പനീസ് തന്നെയാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. നമ്മൾക്ക് ഓൺ കമ്പനീസ് എന്ന് ഉദ്ദേശിച്ച് നമ്മളെ ക്ലയൻസിൻ്റെ അവർക്ക് ഡാഷ്ബോർഡ് ഉണ്ടാക്കി കൊടുക്കുന്നത് നമ്മളെ സ്റ്റുഡൻസ് ആണ്. മനസ്സിലായില്ലേ? ഒമാനിൽ എന്താണ്? ബീറ്റിന്റെ ബ്രാഞ്ചാണുള്ളത്. അപ്പം ഒമാനിൽ നമ്മളിപ്പോൾ തുടങ്ങിയിട്ട് ഒരു 1 year ആവുന്നേ ഉള്ളൂ. ഭയങ്കര അടിപൊളിയാണ് ഒമാനിൽ. നമുക്ക് ഭയങ്കര നമ്മൾ പെട്ടെന്ന് തന്നെ നമുക്ക് ഫ്ലറിഷ് ചെയ്യാൻ പറ്റി അവിടെ. നമുക്ക് നമ്മൾ 2 കോഴ്സായിട്ടാണ് അവിടെ പോയത്. ഡാറ്റ അനലിറ്റിക്സും ERP ട്രെയിനിങ്ങിൽ സോഹോ ബുക്സ് എന്ന് പറഞ്ഞിട്ടുള്ള സോഫ്റ്റ്വെയർ. അപ്പോൾ അതിൽ തന്നെ ഭയങ്കര എല്ലാവർക്കും ആവശ്യമുണ്ട്. ഇപ്പോൾ ചില ആൾക്കാർ ഒമാനിനെ സ്വിച്ച് ചെയ്യാൻ നോക്കുന്നവരുണ്ടാവും, UAE സ്വിച്ച് ചെയ്യാൻ നോക്കുന്ന ആൾക്കാർ. അപ്പം അവർക്ക് ഒരു ഇപ്പം നിലവിലുള്ള കരിയറിന്ന് ഒരു പ്രൊമോഷൻ കിട്ടണമെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ വേറൊരു സ്ഥലത്തേക്ക് ആൾക്ക് മാറണമെന്നുണ്ടെങ്കിൽ അവർ മസ്റ്റായിട്ട് ഇങ്ങനത്തെ ഏതെങ്കിലും അപ്സ്കില്ലിംഗ് കോഴ്സസ് പഠിച്ചിട്ടാണ് പോകുന്നത്. ഓക്കെ. അപ്പോൾ അതിൽ തന്നെ ഇപ്പോൾ ഡിമാൻഡായിട്ടുള്ള പരിപാടിയാണ് മൈക്രോസോഫ്റ്റിൻ്റെ പവർ BI എന്ന് പറഞ്ഞ ഡാറ്റ അനലിറ്റിക്സിൽ. അപ്പോൾ ആ ടൂൾ ഒരുപാട് ആൾക്കാർ ചെയ്യുന്നുണ്ട്. നമ്മളവിടെ ഒമാനിൽ മന്ത്ലി ഒരു വർക്ക്ഷോപ്സ് കണ്ടക്ട് ചെയ്യുന്നുണ്ട്. അതിൽ ഒമാൻ ലോക്കൽസ് അവിടുത്തെ ആൾക്കാരൊക്കെ ഒന്ന് അറ്റൻഡ് ചെയ്യുന്ന ഒരു പ്രോഗ്രാമാണ് വർക്ക്ഷോപ്പ്. അത് മന്ത്ലി വൈസ് അവിടെ നടക്കാറുണ്ട്. പവർ BIയിലാണ് നമ്മൾ വർക്ക്ഷോപ്സ് നടത്തുന്നത്. ഓക്കെ ഓക്കെ. അപ്പോൾ അത് ഈ ഇൻസ്റ്റിറ്റ്യൂട്ട്സ് ഇപ്പോൾ നിങ്ങൾ ഒമാനിലേക്ക് പോയി, നല്ല സക്സസ് ആയെന്ന് പറഞ്ഞു. പക്ഷേ അതിൻ്റെ പുറകിലൊരു മാർക്കറ്റിംഗ് പ്ലാൻ ഉണ്ടാവുമല്ലോ. നിങ്ങൾ എങ്ങനെയാണത് മാർക്കറ്റ് ചെയ്ത്? കാരണം ഒരുപാട് ഇൻസ്റ്റിറ്റ്യൂട്ട്സ് അല്ലാതെയും ഉണ്ടാവുമല്ലോ. എങ്ങനെയാണത്
നമുക്ക് ഇൻ ഹൗസ് 35+ ടീം സൈസുള്ള മാർക്കറ്റിംഗ് ടീം തന്നെ ഉണ്ട്. ഓക്കെ. അപ്പം അത് ഇവിടെ ഒരു 5 മെമ്പേഴ്സ് ഉണ്ടാവും ഈ GCC ഓപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ബാക്കിയുള്ള ആൾക്കാരൊക്കെ നമ്മളെ നാട്ടിൽ നിന്ന് നമ്മളെ ബാക്ക് ആൻഡ് ഓഫീസ് കോർപ്പറേറ്റ് ഓഫീസിലാണ് ഇരുന്നിട്ട് അവർ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ എന്താണ് ചെയ്യുന്നത്? ഡിജിറ്റൽ മാർക്കറ്റിംഗ്, ഗൂഗിൾ ആഡ്സ്. ഇപ്പം ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ സെറ്റപ്പ് എങ്ങനെയാന്ന് പറഞ്ഞാൽ ഫസ്റ്റ് അതിൽ വരുന്നത് റഫറൻസ് ആണ്. നമുക്ക് കൂടുതൽ ഇപ്പം എല്ലാവരും നമ്മൾ മെറ്റ സ്റ്റോപ്പ് ചെയ്താൽ നമ്മളെ പരിപാടി നിൽക്കുന്നുള്ള ലെവലിലാണ് കുറേ ആൾക്കാർ നിൽക്കുന്നത്. അപ്പം നമ്മൾ മെറ്റ മാത്രമല്ല ഫോക്കസ് ചെയ്യുന്നത്, ഗൂഗിൾ ആഡ്സ് ഫോക്കസ് ചെയ്യുന്നുണ്ട്, ടിക്ടോക്ക് ആഡ്സ്, പിന്നെ സ്നാപ്ചാറ്റ് മാർക്കറ്റിംഗ്, ഇതൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ട്. പക്ഷെ നമുക്ക് ഏറ്റവും കൂടുതൽ അഡ്മിഷൻ റെഫറൻസ് ആണ്. അതെന്താന്ന് പറഞ്ഞാൽ നമ്മൾ അവരായിട്ടുള്ള ഒരു ബോണ്ട് കറക്റ്റാണ്. അവരായിട്ട് പ്രോപ്പർലി നമ്മൾ എപ്പോഴും ഒരു അവരായിട്ട് പ്രോപ്പർലി ഒരു അവർ എന്ത് ആവശ്യമുണ്ടെന്ന് നമ്മളെ കണക്ട് ചെയ്യുന്ന ഒരു കരിയറിൽ എന്ത് ആവശ്യം ഉണ്ടെന്നുണ്ടെങ്കിലും കണക്ട് ചെയ്യുന്ന കോഴ്സ് കഴിഞ്ഞ് പോയാലും ഒരു സപ്പോർട്ട് ഉണ്ടാവും. ഇപ്പം ചില ആൾക്കാർക്ക് സർട്ടിഫിക്കേഷൻ, ഇപ്പോൾ SAPയുടെ കേസ് ആണെന്നുണ്ടെങ്കിൽ ആൾക്ക് സർട്ടിഫിക്കറ്റ് അപ്ഗ്രേഡേഷൻ വേണ്ടി വരും, വേറൊരു ടോപ്പിക്ക് പഠിക്കേണ്ടി വരും. അപ്പം അതിനൊക്കെ നമ്മൾ ഫ്രീ സപ്പോർട്ട് നമ്മൾ ചെയ്ത് കൊടുക്കാറുണ്ട്. അപ്പം അങ്ങനെയാണ് ആ ഒരു റിലേഷൻ ബിൽഡ് ചെയ്യുന്നത്. യെസ് യെസ്. അപ്പോൾ ഇനിയിപ്പോൾ ദുബായിലേക്ക് വരുമ്പോൾ ബി സ്കൂളിനെ എങ്ങനെയാണ് നിങ്ങൾ പ്രൊമോട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്? എന്താ ഇതുപോലത്തെ വർക്ക്ഷോപ്സ് നടത്തുക? നമ്മൾ വർക്ക്ഷോപ്സ് തന്നെയാണ് പ്ലാൻ ചെയ്യുന്നത്. വർക്ക്ഷോപ്സ് കിക്ക് സ്റ്റാർട്ട് UAE നമ്മൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. ഓൺടർപ്രണേഴ്സിന് വേണ്ടിയിട്ടുള്ള ഫ്രീ വർക്ക്ഷോപ്സ് ആണ്. അപ്പം അത് നമ്മൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ എപ്പോഴെങ്കിലും ഫണ്ടിങ് റേസ് ചെയ്തിട്ടുണ്ടോ അതോ ബൂട്ട് സ്ട്രാപ്ഡ് ആണോ? ഇല്ല, നമ്മൾ ഫണ്ടിങ് റേസ് ചെയ്തിട്ടില്ല. ബൂട്ട് സ്ട്രാപ്ഡ് ആണ്. ഞാൻ ഫണ്ട് റേസ് ചെയ്തത് ഫസ്റ്റ് ഇനീഷ്യലി ഞാൻ ഫസ്റ്റ് പറഞ്ഞ പോലെ ഗ്രാൻഡ് ഫാദറിന്റെ ആവശ്യം വന്നിട്ടുള്ളൂ. സോ മുക്തർ, താങ്ക് യു ഫോർ കമ്മിങ് ഓൺ ദ ഷോ. ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്തു. നിങ്ങളെ റീച്ച് ഔട്ട് ചെയ്യാനുള്ള കോൺടാക്ട് ഡീറ്റെയിൽസ് ഞാൻ ഈ എപ്പിസോഡിൽ ഡിസ്ക്രിപ്ഷനിൽ ഇടുന്നുണ്ട്. അപ്പോൾ സ്റ്റാർട്ടപ്പ് ഫൗണ്ടേഴ്സിന് റീച്ച് ഔട്ട് ചെയ്യാം അല്ലേ? ഇനി അപ്സ്കിൽ ചെയ്യേണ്ടവർക്ക് റീച്ച് ഔട്ട് ചെയ്യാം. അങ്ങനത്തെ ഒരുപാട് പോസിബിലിറ്റീസ് ഉണ്ട്. തീർച്ചയായിട്ടും ഈ എപ്പിസോഡ് കണ്ട എല്ലാവർക്കും എന്തെങ്കിലും വാല്യുബിൾ ആയിട്ടുള്ള ഇൻഫർമേഷൻ നമുക്ക് കൊടുക്കാൻ പറ്റിയെന്ന് വിചാരിക്കുന്നുണ്ട്. Once again, thank you for coming on the show. Thank you, Sharad, for inviting me. Nice to have you. Thank you.